ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ഉത്തരം കിട്ടുമ്പോൾ കുഞ്ഞനം കാട്ടെന്ന് പറയുന്നത് ഇതാണ്. ഇത് കേരളമാണ്. നിങ്ങള് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി ഭിത്തിയിലടിക്കും ഉള്ള കാര്യം പറയാം. എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇനി ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിൽ അടിക്കും എന്നാണ്. സത്യത്തിൽ എസ്എഫ്ഐക്കാരുടെ നിലയിൽ അത് ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്ന് ജാതി പറഞ്ഞാൽ, ജാതി തിരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ജാതിബോധം കുത്തിനിറച്ചാൽ അടി വാങ്ങിച്ചിട്ട് ഈ സർവകലാശാലയിൽ നിന്ന് സംഘപരിവാറിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പോവേണ്ടി വരുമെന്ന് നിസ്സംശയം പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. സംഘപരിവാറിനോട് കേരളത്തിന് പറയാനുള്ളത്, കേരള എന്നത് ശാഖയല്ല, സർവകലാശാലയാണ്. ചാതുർവർണ്ണ്യത്തെയും മനുവാദത്തെയും നിങ്ങൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോളൂ, പക്ഷേ മനുഷ്യർക്കിടയിൽ വേണ്ട. മനുഷ്യർക്ക് പൊറുക്കാനാവാത്ത ജാതി വെറിയുടെ ജീർണമുഖം എത്ര വലിയ ഡീനായാലും വകവെച്ച് തരില്ല. വക്കാലത്തുമായി വന്ന BJP സിൻഡിക്കേറ്റ് അംഗത്തിന് കൊടുത്തതാണ് മറുപടി. സർവകലാശാലയിൽ നിന്ന് ഒരാളുടെ ജാതി പറഞ്ഞാൽ കാലേ വാരി ഭിത്തിയിലടിക്കും. ഇത് പറയാൻ രാജ്യത്ത് ഒരു കേരളം ബാക്കിയുണ്ട്. ജാതിവെറിയും ശുദ്ധീകരണത്തിൻ്റെ ചാണക സിദ്ധാന്തവും തലയിലേറ്റാത്ത ജനത. രാജ്ഭവനിൽ പ്രത്യക്ഷപ്പെട്ട RSS ഭാരതാംബയെ സർവകലാശാലയിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഗവേഷക വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും കുന്നുമ്മൽ VCയുടെ ഒത്താശയോടും സന്ധിയില്ലാതെ പോരാടാൻ SFI ഉണ്ട് എന്നത് വർഗീയ വിരുദ്ധ പോരാട്ടത്തിലെ ഉശിരൻ അനുഭവമാണ്. സർവകലാശാലകളെ കണ്ണിമ ചിമ്മാതെ സംരക്ഷിക്കുന്നവരെ കേരളം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഗോകുൽ കൃഷ്ണ ABVP. ചർച്ചയിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ശ്രീ ജയചന്ദ്രനും ABVP പ്രതിനിധിയെ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ശിവപ്രസാദ്, ശിവപ്രസാദ് കേൾക്കാനാവുന്നുണ്ടോ? ശിവപ്രസാദിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഹീനവും മ്ലേച്ഛവുമായ ജാതി അധിക്ഷേപമാണ് ആ ഡീനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയം ശക്തമായി വലിയ പ്രതിഷേധത്തിന് ഇന്ന് നമ്മളൊക്കെ സാക്ഷിയായി. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP ഉത്തരേന്ത്യയിലെ സംഘപരിവാറിൻ്റെ ഒരു അതേ പതിപ്പായി വളരെ കൃത്യമായി എന്താണോ ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് കേരളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നിലയിലുള്ള സംഘപരിവാറിനെ, BJPയെ, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെയാണോ സർവകലാശാല കണ്ടത്? ഒരു വിദ്യാർത്ഥി നേതാവിന് SFIയുടെ ജില്ലാ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു, സർവകലാശാലയിൽ നിന്ന് ജാതി പറഞ്ഞാൽ കാലേ വാരി ഭിത്തിയിൽ അടിക്കും എന്ന് പറയേണ്ടി വരുന്ന വിധത്തിലേക്കുള്ള ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ശ്രീ ജയചന്ദ്രൻ. അതെ, നിശ്ചയമായും വിദ്യാർത്ഥികളെ കൊണ്ട് അത് പറയിപ്പിക്കുക എന്നുള്ള പണിയാണ് ഈ സർവകലാശാല, പ്രത്യേകിച്ച് കേരള സർവകലാശാലയും അവിടുത്തെ വൈസ് ചാൻസലറും ഇപ്പൊ ഡീൻ അടക്കമുള്ളവരും, എന്തിന് കേരളത്തിലെ ചാൻസലർ അടക്കമുള്ളവർ ഈ പണിയാണ് ചെയ്യുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് പരസ്യമായി പറയേണ്ടി വരുന്ന നിലയിലേക്ക് എത്തിയത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ അവരത്ര പറഞ്ഞുള്ളല്ലോ എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ ഞാൻ കണ്ടു, കേൾക്കുകയും ചെയ്തല്ലോ തോന്നിയത്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബ്രാഹ്മണിസം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ പ്രത്യക്ഷത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബ്രാഹ്മണിസം നമ്മൾ കാണുകയാണ്. അതിന് ഏറ്റവും മുകളിൽ കുടപിടിച്ചു നിൽക്കുന്നതാകട്ടെ ചാൻസലർ, അതിന് താഴെ വൈസ് ചാൻസലർ, അതിന് താഴെ ഇപ്പൊ ഈ വിജയകുമാരിയെ പോലുള്ള ഡീൻ അടക്കമുള്ള ഒരു നിര,
പിന്നെ അവർക്ക് താഴെയുള്ള സിൻഡിക്കേറ്റ്, സെനറ്റ് അംഗങ്ങളുടെ മറ്റൊരു നിര. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബ്രാഹ്മണിസമാണ് ശരി. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. ആ കാഴ്ചയാണ് വിദ്യാർത്ഥികൾ അവരുടേതായ നിലയിൽ ഉത്തരവാദിത്തോടെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ ചെറുത്തുനിൽപ്പ് അങ്ങേയറ്റം വിജയിപ്പിക്കാനുള്ളത് പിന്നെ കേരളത്തിലെ ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്വമായിട്ട് മാറുന്ന നിലയിലേക്കാണ് ഈ പുതിയ പ്രശ്നം. നിശ്ചയമായി താങ്കൾ പറഞ്ഞല്ലേ ഇത് കേരളത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ കേരളത്തിന്റെ ഉത്തരവാദിത്വം കേരളം നിറവേറ്റേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത്തരം ചിന്താഗതികളെ വെച്ച് പൊറുപ്പിച്ചാൽ പിന്നെ അത് കേരളമല്ലാതായി മാറും എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഇടമൊരുക്കൽ ഇവിടെ എത്ര വലിയ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരായ വലിയ ചെറുത്തുനിൽപ്പുണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഈ അനുഭവങ്ങൾ ഓരോന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ശിവപ്രസാദ് ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം. ശിവപ്രസാദ്, അങ്ങേയറ്റം ഹീനമാണ്. നേരത്തെ ആ വിദ്യാർത്ഥി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ വ്യക്തമായി എങ്ങനെയൊക്കെ തരത്തിലുള്ള വലിയ അധിക്ഷേപങ്ങളാണ് നേരിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് രോഹിത് വെമൂലെ എന്ന കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം, ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം, എനിക്കുറങ്ങാൻ കഴിയുന്നില്ല, ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു. ഇങ്ങനെയാണ് ആ വിദ്യാർത്ഥിയുടെ FB പോസ്റ്റ് തുടങ്ങുന്നത്. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, വിദ്യാർത്ഥി സംഘടന അവിടെ മുതൽ ഇങ്ങോട്ട് ഈ കാര്യങ്ങളെ ശരിയായി അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ വളരെ ശക്തമായി ഇതിനോട് പ്രതിഷേധിക്കാൻ ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ഒത്തുകൂടിയത്. SFIയുടെ ബോധ്യം, അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാമോ? നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഒരു നാൾ വഴി ഒന്ന് ഗൗരവത്തോടെ പരിശോധിക്കണം. സത്യത്തിൽ ഞങ്ങൾ ആ നാൾ വഴിയെപ്പറ്റി ഇതുവരെ ഒരു മാധ്യമവേദിയിലും പറയാതിരുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ടാവും, കേരളത്തിനകത്ത് 2 ആഴ്ച മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. എന്താണ് വാർത്ത? കാര്യവട്ടത്തെ ഒരു ഡീൻ, വളരെ നിഷ്കളങ്കമായ വാർത്തയാണ്. എങ്ങനെയാണ് കേരളത്തിനകത്തെ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിനകത്ത് സോക്കോൾഡ് വലതുപക്ഷ ബുദ്ധിജീവികളും RSSൻ്റെ ഇടപെടലിനെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രായോഗികമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലൊരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. എന്താ വാർത്ത? സംസ്കൃതം അറിയാത്ത SFI നേതാവിന്, വാർത്ത ശ്രദ്ധിച്ച് കേൾക്കണം, കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും ലോഗോ വെച്ച് കാർഡ് കേരളത്തിനകത്ത് അന്നേ ദിവസം നന്നായി ഓടിയതാണ്. ഞങ്ങളതിനകത്ത് വലിയ നിലയിൽ ഇരവാദം ഉയർത്തി പ്രതിഷേധിക്കാമെന്ന് ഞങ്ങൾ പോയില്ല. അത് ഞങ്ങൾ പോകാതിരുന്നത് ബോധപൂർവമാണ്. സംസ്കൃതം അറിയാത്ത SFI നേതാവിന് റിസർച്ച് ഫെലോഷിപ്പ്, റിസർച്ച് തീസിസ്, PhD അംഗീകരിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നു. ആരാ പരാതി കൊടുക്കുന്നത്? പരാതി കൊടുക്കുന്നത് സംസ്കൃത സർവകലാശാലയിലെ ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ഡീനും സംസ്കൃത വിഭാഗത്തിൻ്റെ HODയുമായ ഡോക്ടർ വിജയകുമാരിയാണ്. വളരെ നിഷ്കളങ്കമായൊരു വാർത്തയായിരുന്നു അത്. അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് കേരളത്തിൽ പുറത്തേക്ക് വന്നില്ലേ? ആ പറയുന്ന വിപിൻ വിജയൻ എന്ന് പറയുന്ന വ്യക്തി SFIയുടെ ഫാക്കൽറ്റി മെമ്പറായി മുൻപ് അവിടെ MPhil ചെയ്തുകൊണ്ടിരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ സജീവമായി ഇപ്പോൾ SFIക്കകത്ത് പ്രവർത്തിക്കുന്ന ആളല്ല. SFIക്കകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മുമ്പും സജീവമായി പ്രവർത്തിച്ച ആളല്ല. അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ വാർത്തയെ എങ്ങനെയാണ് SFI എന്ന് ചേർത്ത് വെച്ചപ്പോൾ അതിനൊരു മൂല്യമുണ്ടാവുന്നതെന്നും ആ മൂല്യത്തിലൂടെ എന്താണ് RSS ഉദ്ദേശിച്ചത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും നമ്മൾ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് പോരുകയല്ലേ ഓരോന്നോരോന്നായിട്ട്. എന്താ പുറത്തേക്ക് വന്നത്? ഈ വിദ്യാർത്ഥിക്ക് MPhil, അതായത് MPhil എന്ന് പറയുന്നത് ഗവേഷണത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണ്. MPhil എന്ന ഗവേഷണത്തിൻ്റെ ആദ്യ ചുവടുവെപ്പിൽ ഗൈഡായി പ്രവർത്തിച്ച അധ്യാപിക ആരാണ് എന്ന് പിന്നീട് വാർത്ത പുറത്തു വരുമ്പോഴാണ് സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിയാണ് വിപിൻ വിജയൻ എന്ന് പരാതി കൊടുത്ത ഇപ്പോഴത്തെ ഡീനും അന്നത്തെ ഗൈഡും ഒന്നാണ് എന്ന വസ്തുത പുറത്തേക്ക് വരുന്നത്. അന്ന് MPhilൻ്റെ തീസിൽ ഒപ്പുവെക്കുമ്പോൾ വിജയകുമാരി ടീച്ചർക്ക് ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത യോഗ്യതയെപ്പറ്റി ഒരു പരാതി ഉണ്ടാവുന്നില്ല. എപ്പോഴാണ് പരാതി വരുന്നത്? RSSൻ്റെ ആശയം തലയ്ക്കകത്തേക്ക് പിടിച്ചപ്പോൾ ദളിതനായൊരു വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ യോഗ്യതയിൽ ഈ ടീച്ചർക്ക് സംശയം ഉണ്ടാകുന്നു. ആ സംശയത്തിൻ്റെ രീതിയും മട്ടവും എവിടെയാണ് തുടങ്ങുന്നത്? ഈ വിദ്യാർത്ഥി സംസ്കൃതമായി ഈ പറയുന്ന സർവകലാശാലയിൽ PhD റിസർച്ചിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ സിനോപ്സിസ് പ്രസൻറ്റേഷൻ മുതൽ എങ്ങനെ ഇത് മുടക്കാം എന്നതാണ്. അന്നവർ HODയാണ്. എങ്ങനെ ഇത് മുടക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടത്തി അന്ന് അധികാര കേന്ദ്രങ്ങൾ അത്ര സ്വാധീനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം വന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പ്രിയപ്പെട്ട നമ്മുടെ മഹാദേവൻ പിള്ള സാർ. അന്ന് അദ്ദേഹമാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. അദ്ദേഹം ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് നിയമവിരുദ്ധമായി ഇവർ നടത്താൻ ശ്രമിച്ച ഇടപെടലുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ വിദ്യാർത്ഥി ഇവിടെ അഡ്മിഷൻ നേടി പഠിക്കാൻ വരുന്നത്. ആ പഠിക്കാൻ വന്ന നാൾ മുതൽ വൈരാഗ്യം വെച്ച് ഉറപ്പിക്കുകയാണ്. ആ വൈരാഗ്യം എവിടെ എത്തി? ഇപ്പോൾ തീസിസ് സബ്മിഷൻ്റെ ഓപ്പൺ ഡിഫൻസിലേക്ക് വരുമ്പോൾ ആര് നിയമിക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെടണം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ച ചെയ്യണമല്ലോ. ഇതേ വൈസ് ചാൻസലർ നിയമിച്ച
ഇവിടെ അലഹബാദ് സർവകലാശാലയിലെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായ ഒരാൾ ആര് നിയമിക്കുന്നത്? VC ഓപ്പൺ ഡിഫൻസിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ എക്സ്റ്റേണൽ എക്സാമിനേഷനായി നിയമിക്കുന്ന ആൾ, അയാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബോർഡ് ഓഫ് എക്സാമിനേഷനിൽ ഇദ്ദേഹം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു. ആ തീസിസ് സംബന്ധിച്ച് ഓപ്പൺ ഡിഫൻസ് നടക്കുന്നു. ആ ഓപ്പൺ ഡിഫൻസ് നിയന്ത്രിക്കേണ്ട ആൾ ഈ ബോർഡ് ഓഫ് എക്സാമിനേഷനാണ്. അയാൾ നിയന്ത്രിക്കുന്ന ബോർഡ് ഓഫ് എക്സാമിനേഷനിൽ ഇദ്ദേഹം തീസിസ് ഡിഫെൻഡ് ചെയ്യുന്നു. ആ ഡിഫെൻഡിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ആ ഘട്ടത്തിൽ അനാവശ്യമായി ഈ ചെയർമാൻ്റെ പോലും അനുമതിയില്ലാതെ ഡീൻ ഇടപെടുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ചടങ്ങിലേക്ക് ഈ ഡീൻ ഇടപെടുകയാണ്. എന്തിനിടപെടുന്നത്? എങ്ങനെയും ഇത് അലങ്കോലപ്പെടുത്തണം. അപ്പോൾ പറയുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഈ കുട്ടിയുമായി ഒരു വ്യക്തിബന്ധവും ആരോപിക്കാൻ കഴിയാത്ത വൈസ് ചാൻസലർ തന്നെ നേരിട്ട് ചോദിച്ച അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ തന്നെ ഇവിടെ ഓപ്പൺ ഡിഫൻസിൽ പറയേണ്ടി വരികയാണ്, നിങ്ങൾ ആ മൈക്ക് ദയവ് തിരിച്ചു തരൂ, ആ മൈക്ക് നിങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാതെ, നിങ്ങൾ ഡീനാണ്, നിങ്ങൾക്കിതിൽ അവകാശമില്ല, ഞാനാണ് ഇതിൻ്റെ ചെയർമാൻ, ഞാനാണ് ചോദ്യം ചോദിക്കേണ്ട ആൾ, ഞാനാണ് ഇത് നിയന്ത്രിക്കേണ്ട ആൾ എന്ന് പുറത്തുനിന്ന് വരുന്നൊരു അധ്യാപകന് ഈ ഡീൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ്. ആ വൈരാഗ്യം എവിടേക്ക് പോയി? ഇപ്പോൾ ചിലർ പറയുന്നത് 15-ാം തീയതി നടന്നു, എന്തുകൊണ്ട് അന്ന് ജാതി ലക്ഷ്യമുണ്ടായിട്ട് പരാതി കൊടുത്തില്ല, എന്തുകൊണ്ടാണ് പരാതിയിലേക്ക് വന്നത്? ഈ കുട്ടി ഇത്രയൊക്കെ കൊള്ളരുതായ്മ ആ നിലയിൽ ഈ അധ്യാപിക ഈ കുട്ടിയോട് ആ ഓപ്പൺ ഡിഫൻസിൽ കാണിച്ചിട്ട് കൃത്യമായി ഈ റിപ്പോർട്ട്, ഓപ്പൺ ഡിഫൻസ് റിപ്പോർട്ട് പുറത്തു നിന്നും എക്സ്റ്റേണൽ എക്സാമിനേഷൻ ചെയർമാൻ സൈൻ ചെയ്ത അംഗീകരിച്ച ഇത് അംഗീകരിക്കാൻ കഴിയുന്ന തീസിസ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ റിപ്പോർട്ട് സർവകലാശാലയിലേക്ക് അയക്കണമെങ്കിൽ ഡീൻ ഒപ്പിടണം. അവിടെ നിർഭാഗ്യകരമായൊരു സംഭവമുണ്ട്. ഫാക്കൽറ്റി ഈ പറയുന്ന ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ഡീനും സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് HOD ഒരാളാണ്. അപ്പോൾ രണ്ടൊപ്പ് ഇവരിടണം. ഇവർ ഒപ്പിടാതെ വരുമ്പോഴാണ് അവിടെ വരെ അവർക്ക് ഇത് സാങ്കേതികമായി അവർ ഒപ്പിടുക എന്നുള്ളത് സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തം മാത്രമാണ്. ആ സാങ്കേതികമായ ഉത്തരവാദിത്തം പോലും നിറവേറ്റാൻ തയ്യാറാവാതെ നിങ്ങൾ എന്തിനാണ് ഈ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിനെ മലീമസമാക്കുന്നത്? നിങ്ങൾക്ക് ഈ സംസ്കൃതത്തിൽ PhD നേടാൻ എന്താണ് യോഗ്യത? നിങ്ങൾ PhD നേടിയാൽ ഈ ഭാഷയുടെ ശുദ്ധിയെ തന്നെ ബാധിക്കും എന്നൊരു അധ്യാപക വിദ്യാർത്ഥിയോട് പറയുകയാണ്. എവിടെയാണ് അധ്യാപികയും വിദ്യാർത്ഥിയുമായുള്ള ആ പരിശുദ്ധമായ ബന്ധം നിലനിൽക്കേണ്ടത്? അതിനെപ്പോലും ചോദ്യനില ഇടപെടുന്നു, ഒപ്പിടാതിരിക്കുന്നു, ഈ റിപ്പോർട്ട് അയക്കാൻ കഴിയാതെ വരുന്നു. ഒരു PhD വിദ്യാർത്ഥിക്ക് തൻ്റെ ഗവേഷണ പ്രബന്ധം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകാരം നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം മുടക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഞാൻ ഈ ചർച്ചയിൽ കേൾക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് യോഗ്യതയെ പറ്റിയൊക്കെ സംശയം ഉയർത്തുമ്പോൾ ഞാൻ കുട്ടിയുടെ ഈ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് യോഗ്യത ഒന്ന് പരിശോധിച്ചു, എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. ആ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി BA-യും MA-യും പാസ്സായത്. കേരള സർവകലാശാലയിൽ നിന്നാണ് B.Ed-ഉം M.Ed-ഉം പാസ്സായത്. കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ് MPhil പാസ്സായത്. MPhil ഗവേഷണ യോഗ്യത നേടിയ വിദ്യാർത്ഥിയാണ് PhD-ക്ക് അഡ്മിഷൻ നേടിയത്. അങ്ങനെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥിക്ക് കേരളത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടി വരികയാണ്. ആ പോസ്റ്റിലെ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. സംസ്കൃതം അറിയാത്ത എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ടു കഴിഞ്ഞു. സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത ഈ പ്രചരണം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു. എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും. പോയി കഴിഞ്ഞു. എന്താ പോയിരിക്കുന്നത്? സംസ്കൃതം അറിയാത്ത SFI നേതാവിന് ഇതാ ഗവേഷണ പ്രബന്ധം കൊടുക്കുക. SFI എന്നൊരറ്റത്ത് കണ്ടാൽ വളരെ ആവേശപൂർവ്വം ഈ കേരളത്തിനകത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കുമെന്ന് നല്ല ബോധ്യവും രാഷ്ട്രീയ തന്ത്രവുമുള്ള RSSൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ്. SFI നേതാവിന് ഇതാ സംസ്കൃതം അറിയാത്തൊരു പ്രബന്ധം കൊടുക്കാൻ പോകുന്നു. ആ കുട്ടിക്ക് എഴുതേണ്ടി വന്ന വാചകങ്ങൾ കേരളം കേൾക്കണം. എനിക്കിപ്പോൾ രോഹിത് വെമൂലെ എന്ന എൻ്റെ കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം. ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം. എനിക്കുറങ്ങാൻ കഴിയുന്നില്ല. ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു. ഉത്തരേന്ത്യയിലല്ല, ഈ കേരളത്തിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നു. ഏത് കേരളത്തിൽ? ഒരു സർവകലാശാലയുടെ ചാൻസലർ, ആര്? RSSകാരനായ ചാൻസലർ. ആ ചാൻസലർ താൽക്കാലികമായി യോഗ്യതയില്ലാത്ത ഒരാളെ വൈസ് ചാൻസലർ ആക്കുന്നു. ആര്? ശ്രീ മോഹനൻ കുന്നുമൽ. ആ സംഘപുത്രനും ചാൻസലറും ചേർന്ന് നിയോഗിച്ച ഡീൻമാർ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നു. ആ ഡീൻമാരുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകലാശാലയിൽ ചുരുക്കം ചില അധികാര കസേര കിട്ടിയപ്പോൾ തന്നെ RSSൻ്റെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്രമായി സർവകലാശാലയെ മാറ്റാൻ അവർ പരിശ്രമിക്കുന്നു. അധികാരമൊന്നും കിട്ടിയില്ല കേട്ടോ. ശിവപ്രസാദ്, ഒരു നിമിഷം ആ സ്ക്രീനിലേക്ക് ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ശിവപ്രസാദ് പറഞ്ഞതിനെ ശരിവെക്കും വിധത്തിലേക്ക് കുറെ കൂടി ഉത്തരവാദിത്തമുള്ളൊരു മാധ്യമപ്രവർത്തനം കേരളം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവപ്രസാദ് പറയുമ്പോഴാണ് ഇപ്പോൾ അന്ന് വന്ന ആ ദിവസങ്ങൾ സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ PhD നൽകണമെന്ന് ശുപാർശ എന്ന് വെച്ചാൽ
ആരോ ഒരു ലെറ്റർ പാഡിൽ എഴുതി അങ്ങോട്ട് കൊടുത്തു വിട്ട പോലെയുണ്ട്. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവിനെതിരെ പരാതി. ഇതാണ് ശിവപ്രസാദ് ഇത്രയും നേരം പറഞ്ഞതിന് തീർത്തും ഘടകവിരുദ്ധമായി. ആ വിദ്യാർത്ഥി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് BA MA കഴിഞ്ഞ് കേരള സർവകലാശാലയിൽ വന്ന് B.Edഉം M.Edഉം എടുത്ത് MPhilഉം കഴിഞ്ഞ് PhD അതിൻ്റെ ഏറ്റവും അവസാനം അന്തിമഘട്ടത്തിൽ ഓപ്പൺ ഡിഫൻസിലെത്തുന്നു. മുമ്പ് പറഞ്ഞ പോലെ അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്ന് എക്സ്റ്റേണൽ എല്ലാ തരത്തിലും പരിശോധിച്ചതിന് ശേഷം ഒരു അധികാരവുമില്ലാത്ത വിധത്തിൽ ഇടപെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരു വിഷയത്തിലാണ് ഇങ്ങനെയൊരു കാർഡ് ഇറക്കി. നേരത്തെ FB പോസ്റ്റിൽ ശിവപ്രസാദ് പറഞ്ഞ പോലെ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ, അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി എഴുതിയത്, എനിക്ക് രോഹിത് വെമൂലയുടെ എന്ന കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം, ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം സംസ്കൃതത്തിൽ ഗവേഷണം പൂർത്തിയാക്കാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല എന്നൊരു ബ്രാൻഡിങ് നടത്തി കഴിഞ്ഞു മാധ്യമങ്ങളെ ഉപയോഗിച്ച്. ജീവിതം വീണ്ടും വഴുതി പോകുന്നു. എത്ര അപകടകരമായ ഒരു തലത്തിലേക്കാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം, ആ ഗവേഷണ വിദ്യാർത്ഥിയുടെ ജീവിതം പോയത്. നേരത്തെ ശിവപ്രസാദ് പറഞ്ഞത് ശരിവെക്കും വിധത്തിലേക്കൊരു മാധ്യമ വാർത്തയുടെ കാർഡാണ് ഞാനിപ്പോൾ കാട്ടിയത്. അതുകൊണ്ടാണ് എനിക്കും ഇത്രയും പറയേണ്ടി വന്നത്. കേരളം കുറേ കൂടി മെച്ചപ്പെട്ട മാധ്യമ പ്രവർത്തനം, ദൃശ്യമാധ്യമ പ്രവർത്തനം, മുഖ്യധാരാ ദൃശ്യമാധ്യമ പ്രവർത്തനം കേരളം അർഹിക്കുന്നുണ്ട്. ശിവപ്രസാദ് പറഞ്ഞ ഈ ഒരു ഒറ്റ ഉദാഹരണം മതി. രോഹിത് വെമൂലമാർ ഉണ്ടായാൽ വലിയ വൈകാരിക വിക്ഷുബ്ധം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം. വസ്തുതകൾ മനസ്സിലാക്കണ്ടേ, യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും വേണ്ടി പ്ലാൻ ചെയ്താൽ നിന്നു കൊടുക്കേണ്ടതാണോ മാധ്യമ പ്രവർത്തനം എന്നൊരു ചോദ്യം കൂടിയുണ്ട് ശിവപ്രസാദ്. യെസ്, തീർച്ചയായും ഞാൻ അവിടേക്കാണ് എൻ്റെ പോയിന്റ് എത്തിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് അവിടുത്തെ ഒരു ഡീൻ സർവകലാശാല വൈസ് ചാൻസലർ കൊടുക്കുമ്പോൾ ആ കത്ത് ഞാൻ ബലമായും ന്യായമായും വിശ്വസിക്കുന്നത് ഈ കത്ത് കൊടുത്ത ആളോ അല്ലെങ്കിൽ വൈസ് ചാൻസലർ, കാരണം അവർ തമ്മിൽ നടന്ന കത്തിടപാടാണല്ലോ. ഈ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചോർത്തി കൊടുക്കുമ്പോഴാണല്ലോ മാധ്യമങ്ങൾക്ക് ഈ കത്ത് കിട്ടുക. അല്ലാതെ കേരളത്തിനകത്ത് ഈ കത്തിൽ പറയുന്ന പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതി ഉന്നയിക്കപ്പെട്ട ആൾ അല്ലല്ലോ ഈ കത്ത് ചോർത്തി കൊടുക്കുക. അപ്പോൾ ഇവർ രണ്ടുപേർ ആരെങ്കിലും ഒരു കത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുമ്പോൾ ഒരു ബേസിക് സ്റ്റഡി കേരളത്തിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ നടത്താൻ തയ്യാറാവുണ്ട്. കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് കേട്ടോ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നത് വലതുപക്ഷ ബുദ്ധിജീവികളുടെ. അപ്പോൾ കേരളത്തിലെ പ്രശ്നം എന്താണ്? ഹൈപ്പോത്തിസിസിൽ നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇതിങ്ങനെയാണ്. ഏറ്റവും നന്നായി ആക്രമിക്കപ്പെടേണ്ടവർ, ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യപ്പെടേണ്ടവർ, നല്ല ആക്രമിക്കപ്പെട്ടാൽ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളവർ SFIക്കാരും ഇടതുപക്ഷക്കാരുമാണെന്ന ഹൈപ്പോത്തിസിസ് അവർ ഉൾക്കൊണ്ടിരിക്കുന്നു. റിയാലിറ്റി എന്ത് എന്നൊരു പരിശോധനയും നടത്താത്തവരായി കേരളത്തിലെ ഒരു സംഘം മാധ്യമപ്രവർത്തകരും വലതുപക്ഷ ബുദ്ധിജീവികളും മാറ്റി ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിരുന്നെങ്കിൽ, ഈ കുട്ടിക്കാണ് MPhil ഇതേ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വാർത്ത അവർ കൊടുക്കില്ലായിരുന്നു. എൻ്റെ പോയിന്റ് പക്ഷേ അതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഗൗരവമായി നമ്മൾ ഇതിൻ്റെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് ഉള്ളിലേക്ക് ഇന്ന് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയായി പറയുകയാണ്, ഒരു സർവകലാശാല ശിവപ്രസാദ് അതിലേക്ക് വരാം. നമുക്കതിൻ്റെ ഭാഗമായി തന്നെ വരാം സാർ, ശിവപ്രസാദ് അതിലേക്ക് വരാം. രണ്ടാം ഘട്ടത്തിൽ നമുക്കതിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ അത് വളരെ ശ്രദ്ധയോടുകൂടി ഈ സംഭവങ്ങളാകെ, ജയചന്ദ്രൻ മാത്രമല്ല ഇപ്പോൾ ഞാനടക്കം കേരളമാകെ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നതാണ് ഇതിൻ്റെ ഇതുവരെയുള്ള ഒരു നാൾ വഴി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ABVP നേതാവ് ഗോകുൽ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അത് തുടക്കത്തിൽ ഗോകുൽ ഉണ്ടായിരുന്നില്ല. ഗോകുൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സർവകലാശാലയിൽ കണ്ട കാഴ്ചകൾ വെച്ചാണ് പറയുന്നത്. ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് പ്രതിയായ ആ ഡീൻ അധ്യാപികയ്ക്ക് അവരെ ന്യായീകരിക്കാനും അവരെ പിന്തുണയ്ക്കാനും വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരളത്തിലെ സംഘപരിവാറിനെ ഇന്ന് സർവകലാശാലയ്ക്ക് മുമ്പിൽ കണ്ടത്. എന്തൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. അല്ല, ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ കേരളത്തിലെ സംഘപരിവാറിനെ ഒരു മൂലയ്ക്ക് കൊണ്ട് കെട്ടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള ജാതി വിവേചനത്തോടും നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടല്ല നമ്മൾ ഇന്നേ കാലം വരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു ഇവിടെ പരാതിയും അതേപോലെ തന്നെ കേസും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ തന്നെ കാണിച്ച കാർഡിൽ വ്യക്തമാണ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ലീഡിംഗ് മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ആ മാധ്യമം അത് നിങ്ങളാണ് പറഞ്ഞത്, എനിക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കേരളത്തിലെ മാധ്യമങ്ങളെന്നേ പറഞ്ഞു. അതെ, ഓക്കെ. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്തത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഞാൻ ഏകവചനമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ കൈരളി ഒഴിച്ചുള്ള മുഴുവൻ മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് SFI വിരുദ്ധമാണ്, ഇവിടുത്തെ കേരളത്തിൻ്റെ മതേതര LDF ഗവൺമെൻറ്റിനെതിരാണ്, അത്തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ സംഘപരിവാറിനെ ഒരു മൂലയ്ക്ക് കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സംഭവത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ പറയുന്ന വിദ്യാർത്ഥി PhD വിദ്യാർത്ഥി
അദ്ദേഹത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ സമയത്ത് ആ അധ്യാപിക അതിനെ ചോദ്യം ചെയ്യുകയും അതിൽ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് കേവലമായ എക്സ്ക്യൂസിന് വേണ്ടിയിട്ട് കേവലം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏത് ഘട്ടത്തിലാണ് ഗോകുൽ, അത് ആ പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഏത് ഘട്ടത്തിലാണ്, ഏത് അധികാര സ്പേസിൽ വെച്ചിട്ടാണ് ഡീൻ ഇതിൽ ഇടപെട്ടത്? ആ PhD അല്ല, താങ്കൾ പറയണം, ഇത് പരിശോധിച്ച വിദ്യാർത്ഥി നേതാക്കളായ ടീച്ചറുടെ വിശദീകരണം ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ടീച്ചർ പറയുന്നത് വിഴുങ്ങാനോ വിദ്യാർത്ഥി പറയുന്നത് വിഴുങ്ങാനോ അല്ലല്ലോ നമ്മൾ അറിവിരിക്കുന്നത്. നിങ്ങളുടെ പരിശോധനയിൽ ഏത് ഘട്ടത്തിൽ, എനിക്കൊരു സംശയമാണ് ഗോകുലിനോട് തന്നെയാണ്, വേറെ ആരോടുമല്ല. ആ PhD ഗവേഷണത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഓപ്പൺ ഡിഫൻസ് നടക്കാൻ പോകുന്ന ഘട്ടം വരെ മനസ്സിലായി. ഏത് ഘട്ടത്തിൽ എന്തധികാരം ഉപയോഗിച്ച് എങ്ങനെയാണ് ആ ഡീൻ ഇടപെട്ടത്? ആ വിദ്യാർത്ഥിയുടെ ഓപ്പൺ ഡിഫൻസിൽ ആരായിരുന്നു എക്സ്റ്റേണലായി വന്നത്? എങ്ങനെയാണ് ഈ പറഞ്ഞ ഡീൻ, ജാതി അധിക്ഷേപം നടത്തിയ ഈ ഡീൻ ഇടപെട്ടത്? അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായ, നിങ്ങൾക്ക് ബോധ്യം വന്ന ആ ഒരു സീനൊന്ന് കൃത്യമായി പറഞ്ഞു തരാം. ഞങ്ങൾക്ക് മനസ്സിലായത്, പല ഘട്ടങ്ങളിലായി ഈ അധ്യാപികയോട് ഈ വിദ്യാർത്ഥി വളരെ മോശമായിട്ട് പെരുമാറുകയും ഈ അധ്യാപിക ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ദാക്ഷ്യത്തോടെ പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് ഗോകുൽ അതെങ്ങനെ ശരിയാവും? ഒത്തുവരുന്നില്ലല്ലോ. അനുവദിച്ചു നൽകിയ ടീച്ചർ ഇവരാണ്. ഒരു സെക്കൻഡ് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആ വിദ്യാർത്ഥിയുടെ അക്കാദമിക യോഗ്യതയെ പറ്റി വളരെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടു. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തമാശയാണ് തോന്നുന്നത്. ആ വിദ്യാർത്ഥിയുടെ അക്കാദമിക യോഗ്യത ഇവിടെ SFIയുടെ ഒരുപാട് ഏരിയ സെക്രട്ടറിമാരും ഒരുപാട് സംസ്ഥാന കാര്യത്തിലേക്ക് വരും. നമ്മളൊരു സ്പെസിഫിക് കേസല്ലേ സംസാരിക്കുന്നത്. നമ്മൾ കൃത്യമായി ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നമാണ് സംസാരിക്കുന്നത്. അതിലിപ്പോഴും ഗോകുലിന് സ്പെസിഫിക് ആയി പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കാം, കായംകുളം ഏരിയ സെക്രട്ടറി ഞാൻ അതല്ലേ ചോദിച്ചത്. കോളേജിൽ ഇവിടെ സ്പെസിഫിക് കേസ് കിടക്കാണ് ഗോകുൽ. സ്പെസിഫിക് കേസ്. ഈ കേസിൽ ആ വിദ്യാർത്ഥി MPhil കൊടുത്തത് ഇതേ അധ്യാപിക, MPhil അവാർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് PhDയിൽ എക്സ്റ്റേണൽ വേറൊരു സർവകലാശാലയിൽ നിന്ന് VC ഡയറക്റ്റ് ചെയ്തിട്ട് വന്ന വേറൊരു എക്സ്റ്റേണൽ നിൽക്കുമ്പോൾ ഈ ഡീനിന് എന്തധികാരം? അതിനൊക്കെയാണ് പറയേണ്ടത്. ABVP മറുപടി പറയേണ്ട അവിടെയാണ്. കായംകുളം MSM കോളേജിൽ പഠിച്ച അതേ കോളേജിൽ പരാജയപ്പെട്ട ഏരിയ സെക്രട്ടറിയാണ് അതേ കോളേജിൽ ചെന്ന് വ്യാജ സർട്ടിഫിക്കറ്റുമായി അന്വേഷണം നേടിയത്. നിങ്ങൾ എല്ലാവർക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന സംഭവമാണ്. പൊതുസമൂഹത്തിന്റെ അറിവിനെ കുറിച്ചൊന്നുമല്ല എന്റെ ചോദ്യം. ശിവപ്രസാദ്, ഈ കേസ് ഇപ്പൊ പ്രേക്ഷകർ നല്ല വകതിരിവും ധാരണയുള്ള മനുഷ്യരാണ്. ഇവിടെ ഒരു ഗവേഷക വിദ്യാർത്ഥി ജാതീയമായി അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഹീനമായ നിലയിൽ ആ പയ്യനെക്കുറിച്ച്, ആ വിദ്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു എന്ന് തന്നെയാണ്. സംസ്കൃതം അറിയാത്ത നീയൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ ശുദ്ധീകരണം നടത്തണം എന്ന് പറയുന്ന നിലയിൽ ഒരു ഡീൻ കേരള സർവകലാശാലയിൽ ഉണ്ട് എങ്കിൽ അത് കേരളത്തിന് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇവിടെ ABP പ്രതിനിധി എന്ന നിലയിൽ അവരുടെ അറിവിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ പ്രശ്നവുമായി എവിടെയെങ്കിലും ഒത്തുപോകുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ ഖണ്ഡിക്കാൻ SFI പ്രസിഡന്റ് എന്ന നിലയിൽ ശിവപ്രസാദിന് തോന്നുന്നത്? വ്യക്തതയോടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഈ വിഷയം പഠിക്കാനോ മനസ്സിലാക്കാനോ ABP തയ്യാറായിട്ടുണ്ടോ? എന്തു തോന്നുന്നു ശിവപ്രസാദിന്? എന്നെ സത്യത്തിൽ ഈ ചർച്ചയിൽ ഞെട്ടിക്കുന്നത്, കേരളത്തിലൊരു വിദ്യാർത്ഥിക്കെതിരെ പറയാൻ ഒരു വിദ്യാർത്ഥി സംഘടന ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിയോ വിവേകമോ ഉണ്ടെങ്കിൽ അവർ ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. ഒരു വിദ്യാർത്ഥിക്കെതിരെ പറയാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്തടിസ്ഥാനത്തിലാണ് ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും ബോധ്യപ്പെടുന്നില്ല. വിദ്യാർത്ഥികളെല്ലാവരും സ്വാഭാവികമായി 100% യോഗ്യത കഴിഞ്ഞവരാണെന്ന് ചോദിച്ചാൽ അല്ല, എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും ന്യൂനതകളുമുണ്ട്. ആ പോരായ്മകളും ന്യൂനതകളും തിരുത്താനാണ് സാർ ഈ കേരളത്തിനകത്തെ അധ്യാപകർ. ആ അധ്യാപകർ പക്ഷേ വിദ്യാർത്ഥികളുടെ ന്യൂനതകൾ തിരുത്തുന്നതിന് പകരം ജാതീയമായും വംശീയമായും അവരെ അധിക്ഷേപിക്കാൻ പുറപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉയർന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ വിഷയം പഠിക്കാൻ ABP തയ്യാറാവണ്ടേ? നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾക്ക് കാര്യവട്ടം ക്യാമ്പസിൽ സ്വാധീനമൊന്നുമില്ല, കേരളത്തിലെ പല ക്യാമ്പസിലും ABPക്ക് സ്വാധീനമില്ല, വസ്തുതയാണ്. ആ വസ്തുത ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പുറത്തെങ്കിലും ഒരു പെർഫറലായ ഒരു അന്വേഷണമെങ്കിലും ABP നടത്താൻ തയ്യാറാവണ്ടേ? ഈ കുട്ടി തീസിസ് സബ്മിഷൻ, ഒരു PhD ഗവേഷണം എന്ന് പറയുന്നത് 3 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയ പ്രോസസ്സാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടി പെട്ടെന്ന് രാവിലെ എണ്ണീറ്റ് മേക്കപ്പ് ഇട്ട് കുളിച്ച് റെഡിയായി വന്ന് എനിക്ക് തീസിസായി, എനിക്ക് റിസർച്ച് തരണം, എനിക്ക് PhD അവാർഡ് ചെയ്യണമെന്ന് പറയലല്ല കേരളത്തിനകത്തെ സർവകലാശാലയുടെ രീതി. എന്താ സർവകലാശാലയുടെ രീതി? ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവൻ ഏതാണ്ട് 3 മുതൽ 5 വർഷം വരെ എടുക്കുന്ന സമയകാലത്തിനുള്ളിലാണ് അവൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്ത് ഓപ്പൺ ഡിഫൻസും കഴിഞ്ഞ് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് സിൻഡിക്കേറ്റ് കൂടി അവൻ്റെ പ്രബന്ധം അംഗീകരിക്കാൻ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ കുട്ടി നിൽക്കുന്നത്.
ഇതുവരെ സ്വാഭാവികമായി പല രീതിയിൽ ഈ കുട്ടിയുടെ ഗവേഷണത്തെ തടസ്സപ്പെടുത്താൻ അവിടെ ശ്രമമുണ്ടായി. അവിടുത്തെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ABPയുടെ പ്രതിനിധി മനസ്സിലാക്കണം, ഇത് SFIക്കാർ മാത്രം പറയുന്നതല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രം പറയുന്നതല്ല, അവിടുത്തെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യാപകരെ പറ്റി വേറെന്തെങ്കിലും പരാതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കൂടെ കാര്യവട്ടത്തേക്ക് ആ സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരാതി ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്നത്തെ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ട്. ABP പ്രതിനിധിക്ക് വിദ്യാർത്ഥി വിഷയം തിരക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നത്തെ ദിവസം സെനറ്റ് യോഗത്തിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വന്നിരുന്ന് അവിടെ തന്നെ ഇരുന്നതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ പ്രീ സബ്മിഷൻ സെമിനാർ മാറ്റിവെക്കേണ്ടി വന്നു. അത് മുടങ്ങിപ്പോയി. രാവിലെ സമയം കൊടുത്തവർ ഉച്ചയ്ക്ക് ഓൺലൈനായി കയറാമെന്ന് വാക്ക് കൊടുത്തു. ഉച്ചയ്ക്ക് ഓൺലൈനായും കയറിയില്ല. ഒരു കുട്ടിയുടെ പ്രീ സബ്മിഷൻ മുടങ്ങി. ഒന്നാമത്തെ വിഷയം. ഇങ്ങനെ പല വിഷയങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി, ദളിത് വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി, മറ്റ് വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി. അവിടെ സംസ്കൃത സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മുറി അനുവദിക്കപ്പെട്ടു. ആ മുറി ഉൾപ്പെടെ അവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് വിധി ന്യായം എഴുതി അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട്. ഇങ്ങനെ എത്രയോ പരാതി അവരെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. ഈ പരാതികളൊന്നും ഒരുപക്ഷെ ABPയുടെ കണ്ണി വരില്ല, പക്ഷേ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവർക്ക് പ്രബന്ധത്തെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ, ഈ കുട്ടിയുടെ ഗവേഷണ രീതിയെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ, 2024 സാർ ഇവിടെ പ്രീ സബ്മിഷൻ സെമിനാർ 2024 ഒരു ക്രിയാത്മകമായ നിർദ്ദേശവും ആ സർവകലാശാലയിലെ HOD എന്ന നിലയിലോ അവിടുത്തെ അധ്യാപിക എന്ന നിലയിലോ ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവരെപ്പോഴാണ് ഈ അധികാരം പ്രയോജനപ്പെടുത്തുന്നത്? സംഘപരിവാരം ഇവരെ ഡീനായി നിയമിക്കുന്ന 6 മാസം മുമ്പാണ്. ഡീൻ്റെ അധികാരം കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇനി എനിക്ക് അധികാരമായി, എൻ്റെ മുകളിൽ വൈസ് ചാൻസലറുണ്ട്, എൻ്റെ മുകളിൽ ചാൻസലറുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് എന്തും ചെയ്യാം എന്ന സർവാധികാരം കൈ കിട്ടുമ്പോഴാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ജാതിഭ്രാന്തിൻ്റെ മതഭ്രാന്തിൻ്റെ വേലിക്കെട്ട് എല്ലാം പുറത്തെടുക്കാൻ അവർ തയ്യാറാവുന്നത്. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, VC നിയമിച്ച ആൾ ആര്? ഇതിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാൻ. അയാൾക്ക് പറയേണ്ടി വരികയാണ്, നിങ്ങൾ മൈക്ക് തരൂ, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇത് നിങ്ങളല്ല ഇവിടെ ചെയ്യേണ്ടത്, ഞാനാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർക്ക് പറയേണ്ടി വരുന്നെങ്കിൽ ഇവരെ വീണ്ടും ന്യായീകരിക്കാൻ എങ്ങനെയാണ് ABP പ്രതിനിധിക്കാവുന്നത്? അപ്പോൾ ഇതൊന്നുമല്ല ABPയുടെ പ്രശ്നം. ABPയുടെ പ്രശ്നം RSSൻ്റെ അജണ്ടയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. RSSൻ്റെ അജണ്ട എന്താ? RSSൻ്റെ അജണ്ട ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ തുടർച്ചയാണ്. RSSൻ്റെ അജണ്ട കേരളത്തിൻ്റെ ഭരണം ഒന്നും കിട്ടിയില്ല. കേരളത്തിൻ്റെ ഭരണത്തിൽ ഇപ്പോഴും ഒരു സ്വാധീനമില്ല. പുറത്തേക്ക് നിയമസഭ ABP നേതാക്കന്മാർക്കും RSSകാർക്കും പുറത്തുകൂടി പോകുമ്പോൾ ഇങ്ങനെ വിശാലമായി കാണാം എന്നല്ലാതെ അകത്ത് കയറിയിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒരു അർഹതയും കൊടുത്തില്ല. ആ കൊടുക്കാതിരിക്കുമ്പോഴും ഏതാനും ചില ഡീൻഷിപ്പുകൾ, ചില വൈസ് ചാൻസലർഷിപ്പുകൾ, ചാൻസലർ എന്നൊരാൾ അവിടെ സംഘപരിവാറുകാരൻ ഇരിക്കുമ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക എന്ന ഏറ്റവും തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ മനുസ്മൃതി, RSSൻ്റെ തത്വശാസ്ത്രം. RSSൻ്റെ തത്വശാസ്ത്രത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിനകത്ത് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഏതുപയോഗിച്ച്? സർവകലാശാല ചാൻസലർഷിപ്പും വൈസ് ചാൻസലർഷിപ്പും ഈ രാജ്യത്ത്. ശിവപ്രസാദ്, ഇന്ന് സർവകലാശാലയിലടക്കം ആ രീതിയിലേക്ക് വളരെ എക്സ്പോസ്ഡായി കേരളത്തിലെ സംഘപരിവാർ നിൽക്കുന്നത് കണ്ടതാണ്. അവിടെയാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധവും നമ്മൾ കണ്ടത്. ഞാൻ ശ്രീ ജയചന്ദ്രനോട്, ശ്രീ ജയചന്ദ്രൻ SFI നേതാവും ABVP നേതാവും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താങ്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. കൃത്യമായ ഒരു താരതമ്യം താങ്കളെപ്പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത്? മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് കുറെ കൂടി വ്യക്തതയോടെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ചർച്ചയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു തെറ്റ് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ വരുത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, MPhil കൊടുത്ത അതേ അധ്യാപിക ഡീനായി കഴിയുമ്പോൾ ഡോക്ടറേറ്റിലേക്ക് ആ ഗവേഷക വിദ്യാർത്ഥി പോകുമ്പോൾ ജീവിതത്തിൽ ഇനി മായാത്ത കളങ്കം ചാർത്തി ആ PhDക്ക് സംസ്കൃതത്തിൽ PhD നിൽക്കുന്ന ആ വിദ്യാർത്ഥിയോട് പറയാണ് അയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന നില സ്വീകരിക്കാൻ. ഒരേ അധ്യാപികയാണ്. രസകരമായ ഒരു കാര്യം, ശ്രദ്ധേയമായ കാര്യം, ജാതി മാത്രമല്ല എന്നതും പറയപ്പെടുന്നുണ്ട്. അതായത് ഗൈഡ് മുസ്ലിമാണ് എന്നൊരു സാഹചര്യം കൂടി ഒക്കെ വാർത്തകളിൽ കാണുന്ന ഇടവന്നു. ഞാൻ ഈ 2 വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞത് വെച്ച് ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നു, ഈ പ്രശ്നത്തെ? ശരത്ത്, ഇതില് ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ? പ്രധാനമായിട്ട് ഇവർ പറയുന്നത് വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല. ശരി, അത് മുഖവരയ്ക്ക് എടുക്കാം, നമുക്കത് മുഖവരയ്ക്ക് തന്നെ എടുക്കാം. പക്ഷേ ABVP പ്രതിനിധി കൃത്യമായും നിർബന്ധമായും മറുപടി പറയേണ്ട ഒരു പ്രശ്നം അത് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്, മുഴച്ചു നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ സംസ്കൃതം അറിയില്ല എന്ന് പറയുന്ന വിപിൻ വിജയന് ഈ വിദ്യാർത്ഥിയുടെ MPhil ഗവേഷണ പ്രബന്ധം ഒറിജിനൽ ആൻഡ് ജെനുവിൻ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ആൻഡ് ജെനുവിൻ എന്ന് എഴുതി അതിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നത് ഇതേ വിജയകുമാരി ടീച്ചറാണ്.
അപ്പോ പിന്നെ ആ ടീച്ചർ ഇപ്പോ സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് അറിയുന്ന ആർക്കും മനസ്സിലാവില്ലേ? പ്രത്യക്ഷത്തിൽ എന്താണ് ആ ഗൂഢാലോചന എന്നുള്ളതാണ് പിന്നെ തെളിയേണ്ട കാര്യം. അതിലേക്ക് വരാം. പക്ഷേ ആ ഗൂഢാലോചന അവിടെ സ്പഷ്ടമാണ്. ഈ പിന്നെ എംഫിൽ ഗവേഷണ പ്രബന്ധത്തിൽ ജെനുവിൻ ആൻഡ് ഒറിജിനൽ എന്ന് പറയുന്ന ആ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്ത ആളിന് സംസ്കൃതം അറിയില്ല എന്ന് അതേ അധ്യാപിക ഡീനാകുമ്പോ, HOD ആയിരുന്ന അധ്യാപിക ഡീനാകുമ്പോ എങ്ങനെയാണ് വാദിക്കുന്നത്? ഇനി അവർക്ക് വാദിക്കാനുള്ള എന്തെങ്കിലും സ്പേസ് ഉള്ളിടത്താണോ അവർ അത് ചെയ്യുന്നത്? അല്ലല്ലോ. പിന്നെ അതിനും അപ്പുറം അവർ VC-ക്ക് പരാതി കൊടുക്കുന്ന എന്ത് ബലത്തിലാണ് കൊട പിടിക്കാൻ ഏറ്റവും മുകളിൽ ഒരു ചാൻസലർ ഉണ്ട് എന്നുള്ളതല്ലേ ആ ബലം. അതിന് താഴെയാണ് ഈ VC നിൽക്കുന്നത്, അതിന് താഴെ താൻ നിൽക്കുന്നു, തന്റെ താഴെ സിൻഡിക്കേറ്റ് അംഗങ്ങളും പിന്നെ സെനറ്റ് അംഗങ്ങളും ഉണ്ട് എന്നുള്ളതാണല്ലോ ആ ധൈര്യം. അപ്പൊ ഇത് വരുന്നത് എവിടേക്കാണ് വരുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഈ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം അത് പറയാതിരിക്കാൻ കഴിയില്ല സ്ഥലത്തെ. ഈ പിന്നെ പറയുന്ന സംസ്കൃതത്തെ പറ്റിയാണല്ലോ. പിന്നെ ABVP പ്രതിനിധിയോട് യുവ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ പറയുന്ന സംസ്കൃതം അല്ലെങ്കിൽ നിങ്ങൾ സംസ്കൃതം എന്ന് പറയില്ല, നിങ്ങൾ ദേവനാഗരി എന്നാണല്ലോ പറയുക. ആ ദേവനാഗരി അതൊരു സംസാര ഭാഷയാണ്, അതോ വ്യവഹാര ഭാഷയാണോ ഇന്ത്യയിൽ എവിടെയെങ്കിലും? മറിച്ച് സംസ്കൃതം ഒരു മൃതഭാഷയാണ് എന്നാണല്ലോ നമ്മളെല്ലാം പിന്നെ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള. അങ്ങനെയല്ലേ? ആ സംസ്കൃതത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗം കൂടെയാണല്ലോ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ BA-യും MA-യും ഇത് സംസ്കൃതം എന്ത് പഴച്ചു? ഇതുപോലൊക്കെയുള്ള അധ്യാപകർ വന്നാലാണ് ഈ പ്രശ്നം വരുന്നത്. എത്രയോ വർഷങ്ങൾ ഇതിനുവേണ്ടി അർപ്പിച്ച് ആ ഭാഷയിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അങ്ങനെ തീർത്തും ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ആളുകൾ പെരുമാറാൻ തുടങ്ങുമ്പോഴാണ് വല്ലാത്തൊരു സാഹചര്യമാണ്. അല്ല ശരത്ത്, ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോ പിന്നെ ഈ സംസ്കൃത ഭാഷയെ വല്ലാതെ പുൽകുന്നവരാണ് ഇവരാകെ. ഈ സംഘപരിവാർ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ, എനിക്കതിലൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ പറയുന്നത് എന്താണെന്നുള്ളത് കൂടെ ഉത്തരവാദിത്തോടെ അവർ കാണണ്ടേ, അവരെങ്കിലും കാണണ്ടേ. അതുകൊണ്ടാണ് ഈ യുവ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് സംസ്കൃതം അറിയാത്ത ആളിന്റെ ഗവേഷണ പ്രബന്ധത്തിന്, MPhil പ്രബന്ധത്തിന് പിന്നെ ജെന്യുവൻ ആൻഡ് ഒറിജിനൽ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്നത് ഇതേ വ്യക്തി തന്നെ? ആ വ്യക്തി ഇപ്പോ അവർക്ക് അധികാരം കിട്ടിയപ്പോ ശിവപ്രസാദ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവർക്ക് അധികാരം കിട്ടി ഡീനായി കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് നേരെ തിരിഞ്ഞ് ഇയാള് കൊള്ളരുതാത്തവനാകുന്നു, സംസ്കൃതം അറിയാത്തവനാകുന്നു. പിന്നെ അല്ല ശരത്തെ, ഒറ്റ കാര്യം കൂടെ, ഈ ഇത്തരം പ്രബന്ധങ്ങൾ ഓപ്പൺ വൈവേ ആണല്ലോ നടന്നത്. ഓപ്പൺ ഡിഫൻസ് എന്ന് ശിവപ്രസാദ് പറഞ്ഞ ഓപ്പൺ വൈവേ ആണ്. ഓപ്പൺ വൈവേയിൽ പിന്നെ ഇംഗ്ലീഷിൽ ഓപ്പൺ വൈവേയിൽ ഈ ഡിഫൻസ് അവതരിപ്പിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വം അതത് വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്ന അഭിപ്രായം ABVP പ്രതിനിധിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം അവരനുവദിച്ചിട്ടുള്ളതാണ് ഓപ്പൺ വൈവേയിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാം എന്നുള്ളത്. അത് സ്വാഭാവികമായ നടപടിയായിട്ട് ചെയ്തു പോരുന്ന പ്രക്രിയയുമാണ്. എക്സ്റ്റേണൽ എക്സാമിനർക്ക് പ്രശ്നവുമില്ല. കാരണം അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്ന് അതിന്റെ ചുമതലക്കാരൻ ചെയർമാൻ അദ്ദേഹമാണ്. ഇവരുടെ തന്നെ ഡോക്ടറൽ തീസിസിന്, ഈ ഡോക്ടർ വിജയകുമാർ ഡോക്ടർ തീസിസിന് അത് ബാധകമാക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോ ഞാൻ ആ പോയിന്റിൽ ഒരു കാര്യം കൂടി ശ്രീ ജയചന്ദ്രൻ, ഒരു കാര്യം കൂടി പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ TS ശ്യാംകുമാർ എഴുതിയ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പരാമർശിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഡോക്ടർ വിജയകുമാരി ഡീൻ, ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ച ഗൗരവമായ ആ കേസിൽ പ്രതിയായി നിൽക്കുന്ന വിജയകുമാരി 2002 കേരള സർവകലാശാലയിൽ സമർപ്പിച്ച സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഗവേഷണ രീതിശാസ്ത്രം പാലിച്ചിട്ടില്ല എന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ആ വാദം തന്നെയാണ് അതിൽ എന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്യാംകുമാർ അതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി മാധ്യമ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അതിലൊരു ഭാഗമാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്യുന്നത്. അധ്യാപക പ്രൊഫൈലിൽ ഡോക്ടർ വിജയകുമാരിയുടേതായി നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഉണ്ടെന്ന് അവകാശവാദമുണ്ട്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഇവരുടെ പുസ്തകങ്ങളുടെ ഒരു കോപ്പി പോലും ലഭ്യമല്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്ന് ശ്യാംകുമാർ പറയുന്നു. സ്വന്തം വൈജ്ഞാനികത തെളിയിക്കുന്നതിനായി ഡോക്ടർ വിജയകുമാരി അവരുടെ പുസ്തകങ്ങൾ പൊതുജന സമക്ഷം വെളിപ്പെടുത്തി
ബോധ്യപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ തയ്യാറാവണമെന്നും ശ്യാംകുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു എന്ന് പറയുന്ന ചർച്ച ഈ സമൂഹത്തിൽ നടന്നു വരികയാണ്. ഗോകുൽകൃഷ്ണ, ഇതിലൊരു പ്രശ്നം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പരിശോധിച്ച് വരുമ്പോൾ ഈ അധ്യാപികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിലയിൽ വളരെ യുക്തിസഹവും കേൾക്കുന്നവർക്ക് അതിൽ കാര്യമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യവുമില്ലാത്ത വിധം കാര്യങ്ങൾ ദുരൂഹമാണ്. എംഫിൽ അവാർഡ് ചെയ്ത ഇപ്പോൾ കേട്ടില്ലേ, ഞാനൊന്നും ആവർത്തിക്കേണ്ടല്ലോ, അവർ പിന്നീട് ഡീനാകുമ്പോൾ, അന്ന് HOD മാത്രമാണ്, ഡീനായി കഴിയുമ്പോഴേക്കും മാത്രവുമല്ല ഓപ്പൺ ഡിഫൻസിൽ, നിങ്ങൾ വിദ്യാർത്ഥികൾ അറിയാമല്ലോ, PhDയുടെ ഓപ്പൺ ഡിഫൻസിൽ വന്നതാരാണ്? ഞാൻ നേരത്തെ അത് ചോദിച്ചു. അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്നാണ്. VC അടക്കം ക്ഷണിച്ചിട്ട് വരുന്ന, അഹമ്മദാബാദാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർവകലാശാലയിൽ നിന്ന് എക്സ്റ്റേണൽ എക്സാമിനർ പോലും ഒബ്ജക്റ്റ് ചെയ്തു. ഇപ്പോൾ ABVPക്ക് അത് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ വെച്ച് ഈ ഡീൻ ഇടപെടാൻ പോയപ്പോൾ, അതാണ് നേരത്തെയും പറഞ്ഞത് ഇവിടെ, അതിന് ഈ എക്സാമിനർക്ക്, ചെയർമാന്, എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഒബ്ജക്റ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുമതലപ്പെട്ട ആളുകൾ അവാർഡ് ചെയ്യുന്ന, ശരിവെക്കുന്ന ഈ PhD ഗവേഷണത്തിൻ്റെ ഓപ്പൺ ഡിഫൻസിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ സ്ഥാപിച്ചെടുക്കാൻ എങ്ങനെയാണ് ആ അധ്യാപികയ്ക്ക് കഴിയുന്നത്? ആ നിലയിൽ പോലും അവരെ എങ്ങനെ വിളിക്കും കേരളം? ഒരു അധ്യാപിക എന്ന നിലയിൽ എങ്ങനെ വിളിക്കും? അതൊരു പ്രധാന പ്രശ്നമല്ലേ? ഇതിനെ ഒത്താശ പാടുന്ന നിലയിൽ BJPയുടെ സിൻഡിക്കേറ്റ് മെമ്പർ ഇന്ന് എന്തെല്ലാമാണ് അവിടെ നിന്ന് പറഞ്ഞത്? അവരുടെ വീട്ടിൽ വിളമ്പി കൊടുക്കുന്ന ഒരു ദളിത് സ്ത്രീയാണെന്ന്. നന്നായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആങ്കറോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കഴിഞ്ഞ ഊഴത്തിൽ എനിക്ക് കേവലം തികച്ചും ഒരു 2 മിനിറ്റ് ലഭിച്ചില്ല. അപ്പോൾ അത് ഒന്ന് മുകളിലേക്ക് എടുക്കണം. കാര്യം പ്രത്യേകിച്ച് ഇവിടെ സഹപാനലിസ്റ്റുകളായ 2 പേരും ചോദ്യശരങ്ങൾ എൻ്റെ നേരെയാണ്, ആങ്കറുടെ ചോദ്യശരങ്ങൾ എൻ്റെ നേരെയാണ്. അതുകൊണ്ട് കുറച്ച് സമയം അനുവദിക്കണം. അത്രേ ഉള്ളൂ. ഗോകുൽ, നിങ്ങൾ ചെറുപ്പക്കാർ, വിദ്യാർത്ഥി നേതാക്കളാണ്. ഈ ഒരു കുട്ടിയുടെ വിഷയമാണ് നമ്മുടെ മുമ്പിൽ. അതിൽ പ്രൊസീജിയറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരു രാഷ്ട്രീയ പ്രസംഗം അല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് സഹായകരമാണ്. പറഞ്ഞോളൂ. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും തെളിവുകൾ ഇവിടെ ആങ്കറും അതേപോലെ തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിരത്തി. ഞാൻ ചോദിക്കുന്നത് ഇത്രയും തെളിവുകളും കൃത്യമായിട്ട് അതിനുള്ള തെളിവുകളുള്ള സമയത്ത് എന്തിനാണ് ഹൈക്കോടതി അധ്യാപികയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലാണോ ആങ്കറുടെ അഭിപ്രായം? അവർ പ്രതിയല്ലാതാവുന്നുണ്ടോ? അല്ല, അന്വേഷണം നടക്കുകയാണല്ലോ. അതിനു മുൻപേ അവരെ പ്രതിയാക്കി തീർക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണോ? അതാണ് ശ്രദ്ധിക്കൂ, അവർ പ്രതിയാണ്, അതെ, പ്രതിയാക്കി തീർക്കുക, കുറ്റവാളിയായില്ല. അതാണ് ചോദിക്കുന്നത്. ഇവിടെ ഹൈക്കോടതി അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കേട്ടതൊന്നും അവരെ കുറ്റവിമുക്തയാക്കി, ബഹുമാനപ്പെട്ട ആങ്കർ കേൾക്കുക. പിന്നെ ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചു, വിദ്യാർത്ഥി വിരുദ്ധമായിട്ട് വന്നിരുന്ന് ഇവിടെ സംസാരിക്കുന്ന തരത്തിലേക്ക് ചോദ്യം പോകുന്നത് കണ്ടു. ഇവിടെ ആരാണ് വിദ്യാർത്ഥി വിരുദ്ധം പറയുന്നതെന്ന് കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, വിദ്യാർത്ഥി സമൂഹത്തിന് ബോധ്യമുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ ജാതി തിരിച്ച് അവരെ വിഘടിപ്പിക്കുന്ന ആരാണെന്നും ബോധ്യമുണ്ട്. നമുക്ക് കേവലം ഒരുപാടൊന്നും പോകണ്ട. കോട്ടയത്ത് നാട്ടകം പോളിടെക്നിക്കിലെ പുലയക്കൂടിൽ തീർത്ത സംഘടനയാണ് SFI. സംശയമുണ്ടോ? എതിർപ്പുണ്ടോ? അതിൽ ചോദ്യം ചെയ്യാനുണ്ടോ? വെല്ലുവിളിക്കാനുണ്ടോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്? ഞാൻ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കേരളത്തിന്റെ പൊതുസമൂഹ വിദ്യാർത്ഥി സമൂഹം മറന്നിട്ടില്ല. ഒരു ASFന്റെ വനിതാ നേതാവിനെ ചാടി ചവിട്ടിക്കൊണ്ട് ജാതി പേര് വിളിച്ചുകൊണ്ടാണ് തന്തയില്ലാത്ത കുട്ടി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞത്. ആ SFI ആണ് ABVPയെ ജാതി വ്യവസ്ഥയും മറ്റു കാര്യങ്ങളും സാമൂഹ്യ നീതിയും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കാനൊന്നും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ABVPയെ പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ABVPക്ക് ബോധ്യമുണ്ട്. ഞാനിവിടെ ആദ്യം പറഞ്ഞു, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൃത്യമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. സാമൂഹ്യ നീതി എന്താണെന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഈ ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങ് എഴുതിക്കോ അങ്ങ് പഠിക്കണം. അങ്ങ് ഉൾപ്പെടെ ശിവപ്രസാദ് ഉൾപ്പെടെ പഠിക്കേണ്ട കാര്യമാണ്. എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തിരുവനന്തപുരത്തൂടെ പോകുന്ന സമയത്ത്, ഇവിടുത്തെ നിയമസഭ കാണുന്ന സമയത്ത് ഒരിക്കലും വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാക്കന്മാർ, വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ അതിനകത്ത് കയറില്ല എന്ന്. പ്രിയപ്പെട്ട ശിവപ്രസാദെ, ഞങ്ങൾ അതിനകത്ത് കയറി MLA ആവാൻ വേണ്ടി അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ഗോകുൽകൃഷ്ണ അദ്ദേഹം ചിലപ്പോൾ സീറ്റ് കണ്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ നിൽക്കുന്നതെങ്കിൽ ABVP അങ്ങനെ അല്ല. അദ്ദേഹം പറഞ്ഞ പോയിന്റുകളാണ്. നിങ്ങൾ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ ഒരു അധ്യാപിക ജാതിയുമായി അധിക്ഷേപിച്ചു. വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളുടെ ബോധ്യത്തിന് എങ്ങനെ അവരെ കൂടുതൽ പറഞ്ഞല്ലോ. എവിടെ ഹൈക്കോടതിയുടെ യാതൊരു തരത്തിലുള്ള ജാതി വിഭജനവും ABVP ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അതാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ ഹൈക്കോടതി എന്തുകൊണ്ടാണ് അവർ
അവിടെ അറസ്റ്റ് നടന്നത്. അതാണ് ഇവിടെ രോഹിത് വെമുലയുടെ കാര്യം. ഈ കേസിൽ വളരെ സ്പെസിഫിക് ആയ അധ്യാപികയെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഫാക്ച്വലായി ഒരു കാര്യവും ഗോകുൽകൃഷ്ണയ്ക്ക് ഇവിടെ അധ്യാപികയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് SFI ആണ്. ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന്. അതുകൊണ്ടല്ല, ഇവിടെ SFI എപ്പോഴൊക്കെ പ്രതിരോധത്തിലാവുന്നു ആ സമയത്ത് ജാതി കാർഡ് ഇറക്കിയാണ് അവർ കളിച്ചിട്ടുള്ളത്. അയാൾ ആ വിദ്യാർത്ഥി വലിയ ആക്റ്റീവ് SFI വർക്കറൊന്നും അല്ലാന്നത് ഇവിടെ നിങ്ങൾ വരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു. എത്ര ഉദാഹരണങ്ങൾ പറയണം? പ്രതിരോധത്തിലാവുന്ന സമയത്ത് SFI ഇവിടെ ജാതി കാർഡ് ഇറക്കിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള യൂണിവേഴ്സിറ്റി യൂണിയനുകളും ഒക്കെ ഭരിക്കുന്നത് അവരാണ്. അവരെങ്ങനെ പ്രതിരോധത്തിലാണ്? അവർക്ക് നിങ്ങളൊരു എതിരാളി പോലുമല്ല സത്യത്തിൽ, പ്രത്യേകിച്ച് ആ ക്യാമ്പസിൽ. നേരത്തെ പറയുന്നത് കേട്ടു. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് എന്നെ നിരാശപ്പെടുത്തുന്നത്. ഈ വിഷയത്തിലെ നിലപാട് കൃത്യമായിട്ട് നമ്മൾ നിലപാടെടുക്കണമെങ്കിൽ അതിലെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് ഭാഗമുണ്ടാകണം. നിങ്ങൾക്കതിൽ അല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ABVP അല്ല, ഞങ്ങളെ അധ്യാപികയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ABVP ചോദിക്കുന്നത്. ഈ ചർച്ച വിദ്യാർത്ഥി പരിഷത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങൾ സംഘപരിവാറിന്റെ സാമൂഹ്യ നീതി ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സാമൂഹ്യ നീതിയാണ് ഇപ്പോൾ ABVP പഠിപ്പിക്കുന്നത്. ഇന്ന് സിൻഡിക്കേറ്റ് അംഗം BJPയുടെ സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ VC കുന്നുമ്മൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാമൂഹ്യ നീതി ഒന്ന് പഠിക്കണം. ചില വെല്ലുവിളികളുണ്ട്, മറുപടി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എവിടെയായിരുന്നു? ചില വെല്ലുവിളികളുണ്ട്, മറുപടി. കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ചർച്ച? കഴിഞ്ഞു. ഗംഭീരമായിരുന്നു. വിഷയത്തെപ്പറ്റി ഒന്നും പറയാനില്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ എന്ത് തോന്നിവാസവും പറയാമെന്ന് അദ്ദേഹം നന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പദവും എടുത്ത് അതിന് ഇന്ന മറുപടി പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ വേറെ പറയട്ടെ, ഞാൻ പറയാൻ അനുവദിക്കും. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വസ്തുതാവിരുദ്ധമായതും ഈ ചർച്ചയുമായി ഒരു ബന്ധവുമില്ലാത്തതുമായ നിരവധിയായ വിഷയങ്ങൾ ഈ ചർച്ചയിലേക്ക് വലിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. അതിനെല്ലാം മറുപടി അത് കേൾക്കാൻ കൂടി എന്തുകൊണ്ടാണ് നിയമസഭയെ പറ്റി പറഞ്ഞത് ഞാൻ പറയാം. അത് കേൾക്കുക, അങ്ങ് കേൾക്കൂ. എന്തുകൊണ്ടാണ് നിയമസഭയെ പറ്റി പറഞ്ഞത് ഞാൻ പറയാം. ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് കയറാം. ഒന്ന്, ഈ നമ്മുടെ നാട്ടകം പോളിയെ പറ്റിയും അതോടൊപ്പം തന്നെ MG സർവകലാശാലയെ പറ്റി അതിലും ഗംഭീരമായി അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ മാസമാണ് നാട്ടകം പോളിടെക്നിക്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസമാണ് MG സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ABVPയുടെ ഒരു കൊടിയും അവിടെ നിന്നും കണ്ടില്ല സഹോദര. ABVPയുടെ ഒരു പ്രവർത്തനം അവിടെ നിന്നും കണ്ടില്ല സഹോദര. ഈ ചാനൽ ചർച്ചയിലെന്നല്ല, ഈ കേരളത്തിന്റെ ഏത് തെരുവോരത്തും ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വാ. കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഒന്ന് രാഷ്ട്രീയം പറ, രാഷ്ട്രീയ പ്രവർത്തനം നടത്ത്. ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് മുന്നേറുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഏത് രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് എന്തെങ്കിലും തരത്തിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ക്യാമ്പസിലേക്ക് വരണം. ക്യാമ്പസിൻ്റെ 7 മീറ്റർ ദൂരെയുള്ള അല്ലെങ്കിൽ 7 അയലത്ത് പോലും വരാത്ത ശാഖകളിരുന്ന് ശാഖാ പ്രവർത്തനം മാത്രം നടത്തിയാൽ ക്യാമ്പസുകൾ SFI ഏത് രാഷ്ട്രീയമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകൾ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി SFI മാറിയത്. നാട്ടകം പോളിയിൽ മത്സരിച്ചു. എത്ര കിട്ടി വോട്ട്? ആര് ജയിച്ചവിടെ? മുഴുവൻ സീറ്റിലും SFI ജയിച്ചു. അപ്പുറത്ത് MG സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടത്തു. ചരിത്ര വിജയം SFIക്ക് കിട്ടി. എന്തേ വിജയം ഉണ്ടാവുന്നത്? എന്തേ ABVPക്ക് വിജയം ഉണ്ടാവാത്തത്? അതിൻ്റെ കാരണമാണ് നിങ്ങളുടെ രാഷ്ട്രീയവും SFIയുടെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എന്തുകൊണ്ടാണ് നിയമസഭയെ പറ്റി പറഞ്ഞതെന്നറിയോ? നിയമസഭയെ പറ്റി പറഞ്ഞത് നിങ്ങൾ ആ നിയമസഭയ്ക്കകത്ത് ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ആ നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് കടക്കാൻ യോഗ്യതയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതി. ആ വിധിയെഴുത്ത് പോലും അംഗീകരിക്കാതെയാണ് ചാൻസലർ ഉപയോഗിച്ച് നിങ്ങൾ സർവകലാശാല പിടിച്ചെടുക്കാൻ നോക്കുന്നത്. അത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിയമസഭയിൽ ഒരു പ്രാതിനിധ്യമില്ലാത്ത കക്ഷിയാണ്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തവരാണ് നിങ്ങൾ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് അടിച്ച് പുറത്തേക്ക് അടിക്കുമ്പോഴും നിങ്ങൾ ആ പുറങ്കാലുകൊണ്ട് അടിച്ച ജനവിധിയെ അംഗീകരിക്കാൻ തയ്യാറാത്തവരാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വൈസ് ചാൻസലർ RSSകാരനായി, ചാൻസലർ RSSകാരനായി. അവർക്ക് നിയമിക്കാൻ കഴിയുന്ന കുറച്ച് ഡീൻമാർ അവിടെ ഉണ്ട്. അങ്ങനെ ഡീൻമാരെ കൈ കിട്ടിയാൽ
സംഘപരിവാറിൻ്റെ അജണ്ടയുമായി കേരളത്തിലെ ക്യാമ്പസിൽ ഇറങ്ങി നടക്കുകയാണ്. നിങ്ങൾ ഇനി എത്രയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങൾ ഉയർത്തുന്ന സമരത്തെ നിങ്ങൾ ഏതൊക്കെ നിലയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഇഞ്ച് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ സമരത്തിന് പുറകോട്ട് പോയില്ല. ഇന്ന് ബോധ്യപ്പെട്ടല്ലോ നിങ്ങളുടെ സംഘപുത്രന് ആര്, മോഹനൻ കുന്നുമ്മൽ, എന്ത് പ്രശ്നമുണ്ടായാലും സംരക്ഷിച്ചോളാം എന്നാണ് ചാൻസലറായ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത്. ഒരു സംരക്ഷണം ഇന്ന് മുതൽക്കൂട്ടായില്ലല്ലോ. സെനറ്റ് ഹാളിനകത്ത് തല കുമ്പിട്ട് നട്ടല് വളച്ച് 2 മണിക്കൂർ ഇരിക്കേണ്ടി വന്നില്ലേ? പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോൾ SFIയുടെ പ്രതിഷേധത്തിന് മുന്നിൽ അവിടെ വാഹനത്തിനകത്ത് വിയർത്തൊലിച്ച് അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നില്ല. എന്താ ഇരിക്കേണ്ടി വന്നത്? ഇത് കേരളമായതുകൊണ്ടാണ്. സർവകലാശാലയുടെ മുന്നിൽ നിന്ന് ജാതി പറയാം എന്ന് തെറ്റിദ്ധരിച്ച് ജാതി എന്തും വിളിച്ച് സർവകലാശാല മുന്നിൽ നിന്ന് വിളിച്ചു പറയാം എന്ന് ഓട് പൊളിച്ചിറങ്ങിയ 2 സിൻഡിക്കേറ്റ് മെമ്പർമാർ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ചുട്ട മറുപടി ആ സ്പോട്ടിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊടുത്തില്ലേ? എന്തേ വായ മുട്ടി അക്ഷരം മുട്ടി അവിടെ BJPയുടെ സിൻഡിക്കേറ്റ് മെമ്പർ നിൽക്കേണ്ടി വന്നു? കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ ജാതി പറഞ്ഞാൽ ആ ജാതി പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ വിലസ് നടക്കാനാവില്ല എന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ ചുട്ട മറുപടി കൊടുത്ത ദിവസമല്ലേ പ്രിയപ്പെട്ട ABPയുടെ പ്രതിനിധി? ഞാൻ എന്തേ നിങ്ങളെ അങ്ങനെ പറയാൻ കാരണം, ഈ കേരളത്തിനകത്ത് ഒരു വിദ്യാർത്ഥി വിഷയം ഉണ്ടായി. നിങ്ങൾ RSS പ്രതിനിധിയായി വന്നിരുന്നാൽ ഞാനത് പറയില്ല മിസ്റ്റർ. നിങ്ങളൊരു വിദ്യാർത്ഥി സംഘടന പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥി സംഘടന പ്രതിനിധിയായി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ അധ്യാപകർക്ക് ചൂട്ടുപിടിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി സംസാരിക്കണ്ട, നിങ്ങൾ അനുകൂലിക്കണ്ട, ആ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ നിങ്ങൾ അപഹസിക്കാൻ പാടുണ്ടോ? ഒരു MEdും BEdും ഉള്ള വിദ്യാർത്ഥിയാണ്, MPhil യോഗ്യത ഇതേ അധ്യാപകം കൊടുത്ത വിദ്യാർത്ഥിയാണ്. അങ്ങനെ നിങ്ങൾ അപഹസിക്കാൻ പാടുണ്ടോ? അങ്ങനെ അപഹസിച്ചാൽ നിങ്ങൾ അപഹസിച്ചെന്ന് മാത്രം ഒരാൾ ഈ കേരളത്തിനകത്ത് തികഴ്ത്തപ്പെട്ടവനാകുമോ? നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു വാക്ക് നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചു, സംഘപരിവാറിൻ്റെ സാമൂഹ്യ നീതി. ഈ ചർച്ചയിലും കേരളത്തിലും തങ്കലിപികളാൽ എഴുതിപ്പെടേണ്ട വാക്കാണ് സംഘപരിവാറിൻ്റെ സാമൂഹ്യ നീതി. എന്താണ് സംഘപരിവാറിൻ്റെ സാമൂഹ്യ നീതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുതാപരമായി മനസ്സിലാവുന്ന വിവാദങ്ങൾക്കിടയിലെ പ്രധാനപ്പെട്ട വിവാദമായി മാറിയിട്ടുണ്ട്. എന്താ RSSന്റെ തത്വശാസ്ത്രം? ABPയുടെ പ്രതിനിധി ഒന്ന് വിശദീകരിക്കുക. മനുസ്മൃതിയെ ABPയുടെ പ്രതിനിധിക്ക് തള്ളിപ്പറയാനാവോ? തള്ളിപ്പറയാൻ ധൈര്യം കാണിക്കുക ചർച്ചക്കകത്തിരുന്ന്. എന്താ മനുസ്മൃതി പറയുന്നത്? മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അധ്യായത്തിലെ 1 ശ്ലോകം 31 to 34 വരെ മനുഷ്യന്റെ ഉത്ഭവത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. എന്താ മനുസ്മൃതി പറയുന്നത്? ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, ഉരസിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ശൂദ്രൻ ആരാന്നറിയോ? ശൂദ്രന് ശേഷവും ഈ കേരളത്തിലും രാജ്യത്തും മനുഷ്യരുണ്ട്. ദളിതൻ, പട്ടികാധികാരൻ, പട്ടികവർക്കാരൻ. നിങ്ങളുടെ ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരുണ്ട്. ആ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരോട് നിങ്ങൾ പിന്തുടരുന്ന രീതി എന്താ? രീതിശാസ്ത്രം എന്താ? ഈ ദളിതനോട്, ഈ പട്ടികാധികാരനോട്, ശൂദ്രനോട്, വൈശ്യനോട്, മതന്യൂനപക്ഷങ്ങളോട് ഈ രാജ്യത്ത് സംഘപരിവാരം സ്വീകരിക്കുന്ന നിലപാടെന്താ? ആ നിലപാടിൻ്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാട്ടുന്നതാണ് ഈ കേരളത്തിനകത്തുണ്ടായ വിവാദം. ഇതേ മനുസ്മൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്, ധർമാനുസൃതമായ ലോകത്തിൽ അവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കണം. പറഞ്ഞ വാചകം, സിൻഡിക്കേറ്റ് മെമ്പർ പറഞ്ഞ വാചകം ആങ്കർക്ക് ഓർമ്മയുണ്ടാവും. എന്താ പറഞ്ഞത്? അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ദളിതനാണ്. അതാണ് ഇവിടെ മനുസ്മൃതിയും പറയുന്നത്. എന്താ? ധർമാനുസൃതമായ ലോകത്തിൽ അവരവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥയും ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. മനുസ്മൃതി. ഇതാണ് RSSന്റെ തത്വശാസ്ത്രം. ഈ തത്വശാസ്ത്രത്തിൽ ദളിതന്റെ പണി RSS തീരുമാനിച്ചിരിക്കുന്നത് വേറെയാണ്. ഈ തത്വശാസ്ത്രത്തിൽ പിന്നോക്കക്കാരൻ RSS തീരുമാനിച്ചിട്ട് പണി വേറെയാണ്. ഈ വേദം പഠിക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയ മുരുക്കി ഒഴിക്കണമെന്ന് എഴുതപ്പെട്ട തത്വശാസ്ത്രത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഈ RSSകാര്. ആ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ടാണ് ABP പ്രതിനിധി ഒരു മടിയുമില്ലാതെ ഒരു വിദ്യാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് ഈ അധ്യാപകർക്ക് വേണ്ടി ഇവിടെ ചൂട്ടുപിടിക്കുന്നത്. അതാണ് പ്രശ്നം. ഈ തത്വശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ? ഈ തത്വശാസ്ത്രം ഉത്തരേന്ത്യയിൽ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയ തത്വശാസ്ത്രം കേരളത്തിലേക്ക് പോയിക്കൊണ്ടൊന്ന് നടപ്പിലാക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വീട് സംരക്ഷിക്കാൻ പോവാണ് BJP, വീട് സന്ദർശിക്കാൻ പോവാണ് BJP, ക്രിസ്ത്യൻ വീടുകൾ BJP സംരക്ഷിക്കാൻ പോവാ. എന്താ ഇവരുടെ നിലപാട്? സവർക്കർ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. എന്താ പറയുന്നറിയോ? ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളോട് ഹിറ്റ്ലർ സ്വീകരിച്ച സമീപനം സ്വീകരിക്കേണ്ടതായി വരും. പറഞ്ഞത് ഹിറ്റ്ലറാണ്, ഈ പറഞ്ഞത് സവർക്കറാണ്. ഈ ഗോൾവാക്കർ പറഞ്ഞ വാചകമുണ്ട്. ഗോൾവാക്കർ തന്നെ പറഞ്ഞത് എന്താ? ഗോൾവാക്കർ പറഞ്ഞത് ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഈ രാജ്യത്തിനകത്ത് ഹിന്ദുക്കളല്ലാത്ത, ഹിന്ദു സമൂഹത്തിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാത്ത എല്ലാവരും ഈ രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടണം. ഇങ്ങനെ തത്വശാസ്ത്രവും പൊക്കിപ്പിടിച്ചിട്ടാണ് ദളിതന് നേരെ ഇവർ അക്രമം നടത്തുന്നത്. ദളിതൻ വിദ്യാഭ്യാസം നേടാൻ പാടില്ല, പിന്നോക്കക്കാരൻ വിദ്യാഭ്യാസം നേടാൻ പാടില്ല, അവൻ്റെ വിദ്യാഭ്യാസത്തെ മുടക്കണം, അവൻ്റെ വിദ്യാഭ്യാസത്തെ നിലയ്ക്കണം. അതാണ് രോഹിത് വെമുലയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ രാജ്യത്ത് ഈ രോഹിത് വെമുലയുടെ അമ്മയും
പായൽ തഡ്വി എന്ന് പറയുന്ന ഒരു MBBS വിദ്യാർത്ഥിയുണ്ട്. ഈ 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചേർന്ന് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ UGCക്ക് ഈ രാജ്യത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ട്, RSS പറഞ്ഞിട്ടല്ല, കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇക്വിറ്റി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ പുതിയ നിയമം റെഗുലേഷൻ UGCക്ക് ഇറക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ എത്ര ഗൗരവമാണ്. വർഷം തോറും ദളിത് പീഡനങ്ങളുടെ കഥകൾ രാജ്യത്തെ ക്യാമ്പസുകൾ ഉയർന്നു വരികയാണ്. എവിടെ നിന്നാണ് കേൾക്കാത്തത്? അത് കേൾക്കാത്തത് കേരളത്തിൽ നിന്നാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ പ്രതിരോധമുള്ള കേരളത്തിൽ ഇത് നടത്താൻ നേരായ മാർഗത്തിൽ കഴിയാത്തത് കൊണ്ടാണ് വളഞ്ഞ വഴിയിലൂടെ ഇവർ പിടിക്കുന്നത്. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വളഞ്ഞു പിടിച്ചാൽ അങ്ങനെ പിടുത്തം തരുന്നതല്ല കേരളം. അത് 2021 നമ്മൾ കണ്ടു. തുടർച്ചയായ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ കാണും. അങ്ങനെ നിങ്ങൾക്ക് വേഗം കീഴ്പ്പെടുത്താൻ കഴിയുന്ന സംസ്ഥാനമല്ല കേരളം എന്ന നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവർത്തലിക്കാൻ ഇനി ഏത് പൊന്നുതമ്പുരാൻ ഗവർണറുടെ വേഷത്തിൽ, ചാൻസലറുടെ വേഷത്തിൽ ഈ കേരളത്തിൽ അവതരിച്ചാലും അതിനെല്ലാം പ്രതിരോധിച്ച് ഈ കേരളത്തിനകത്തെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോകും. അത് ഏത് നിലയിൽ പ്രതിരോധമാണ്, ജാതി പറയുന്ന, മതം പറയുന്ന, വർഗീയത പറയുന്ന പ്രതിഷേധമാണ്. ശിവപ്രസാദ്, ആ പ്രതിഷേധമാണ് നിങ്ങളൊക്കെ ഇന്ന് അതിശക്തമായി തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചത്. വളരെ പ്രാധാന്യമുള്ളത് കൂടിയാണ്. ഏതായാലും ഈ പറഞ്ഞ സാമൂഹ്യ നീതി ഗോകുൽകൃഷ്ണൻ നമ്മൾക്ക് വേണ്ട കേട്ടോ. കേരളത്തിനോ നാടിനോ മനുഷ്യനോ ഒട്ടും ഗുണകരമല്ലാത്തൊരു സാമൂഹ്യ നീതിയുടെ കുറിച്ചാണ് വന്നത്. അതവിടെ നിൽക്കട്ടെ. വായിച്ചല്ലോ, മനുസ്മൃതിയും കൂടെ പഠിക്കാൻ കഴിഞ്ഞല്ലോ ഗോകുൽകൃഷ്ണയ്ക്ക്. ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജാതിവരിയുടെ ഒരു ജീർണമുഖമായി ഒരു ഡീൻ നിൽക്കുന്നത് ആണ് നമ്മൾ കാണുന്നത്. അത് ഒരു തരത്തിലും കേരളം അതിനോട് യോജിക്കുന്നുമില്ല. ശക്തമായി അതിലുള്ള പ്രതിഷേധം കേരളം, എതിർപ്പ് കൃത്യമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു, അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നെ കൂടുതൽ നിരാശപ്പെടുത്തുന്നത് അതേ മട്ടിൽ തന്നെ ആ വിദ്യാർത്ഥിയെ ഒരു കള്ളനായി ചിത്രീകരിച്ച, ഒരു പരിശോധനയും നടത്താതെ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു വിവരത്തെ മാത്രം എടുത്ത് ആഘോഷിച്ച് അതേക്കുറിച്ച് മനസ്സിലാക്കാതെ ആ വിദ്യാർത്ഥിയുടെ ഭാവി തകർത്ത ഈ വിഷയത്തിൽ ഈ ഡീനിനെ പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമില്ലേ? ഇത് ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ച സ്ഥലത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബ്രാഹ്മണിസം ഉണ്ടല്ലോ, സ്ഥാപനവൽകൃതമായ ബ്രാഹ്മണ മേധാവിത്വം, അതെങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളിൽ കടന്നു കയറുന്നത് എന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് വിശദമായിട്ട് ടോപ്പിക് ആകാൻ സമയവുമില്ല. ഇത് മാധ്യമങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റിനെ അടിക്കാൻ ഉള്ള വടിയായിട്ട് ഏതിനെയും രൂപമാറ്റം വരുത്തുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അത് ചെയ്തോട്ടെ, പക്ഷേ കൺമുമ്പിൽ വരുന്ന ഒരു വിവരത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും പരിശോധിക്കാനും അത് നിജസ്ഥിതി മനസ്സിലാക്കാനും അത് കളവാണോ സത്യമാണോ ആ ഒരു ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കില്ലേ? അല്ല, ഇത് പ്രാഥമികമായിട്ടും പിന്നെ ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് അട്രാക്ട് ചെയ്യുന്ന നടപടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ ഏതെങ്കിലും മാധ്യമം തയ്യാറാവില്ല. ഞാനതാണ് പറഞ്ഞത്. ആ കാർഡ് നമുക്ക് ഒന്നുകൂടി കാണാം. കാരണം ഈ വിഷയം, ആ കാർഡ്, ആ വാർത്തയുടെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്, ഇന്ന് ആ വിഷയം എവിടെത്തി നിൽക്കുന്നു എന്നുള്ളത് വരുമ്പോഴാണ് ഒരു പരിശോധനയും നടത്താതെ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് കാര്യങ്ങൾ ചോദിക്കാതെ, ആ ഭാഗത്ത് എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാതെ. എന്നാൽ നോക്കൂ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പൂർത്തിയായിക്കോളൂ. ഇങ്ങനെയല്ലല്ലോ ഈ വിഷയം ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ആ വിദ്യാർത്ഥിയെ ഒരു കള്ളനായി ചിത്രീകരിച്ചത്, മോശക്കാരനായി ചിത്രീകരിച്ചത് എന്നത് വരുന്നുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, ഗോകുൽകൃഷ്ണനെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കൾ, പ്രത്യേകിച്ച് ABVPയുടെ നേതാക്കളായിട്ടുള്ള ഭാവിയുടെ പിന്നെ വാഗ്ദാനങ്ങളൊക്കെ ആയി മാറേണ്ട ചെറുപ്പക്കാരായ കുട്ടികളാണവർ. പക്ഷെ അവർ പോലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ കാണുകയും ഇത് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത് എടുക്കാഞ്ഞത്, അവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് വളരെ എന്താണ് പറയുന്നത്, വളരെ പൂവറായിട്ടുള്ള ആർഗ്യുമെന്റ്സും കൊണ്ട് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ പറയുന്നത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിലും മറ്റൊരു ഡിഫൻസ് അവർക്കില്ല. അതുകൊണ്ടാണ് ആ നിലയ്ക്ക് നിൽക്കുന്നതെന്നുള്ള എളുപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷെ മാധ്യമങ്ങൾ സഹജമായ ആ രീതിയിൽ എത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധത ചെലുത്താമോ അത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധത ആവട്ടെ എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് മറ്റൊരു ദൃഷ്ടാന്തം കൂടെ ഇത് മാറുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങൾ എത്ര ഒളിപ്പിച്ചാലും മറയിടാൻ ശ്രമിച്ചാലും ശരി, ജനങ്ങൾ അത് നന്നായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ആ നിലയിൽ അവരുടെ പ്രതികരണം
ഏതൊരു കാര്യത്തിലും ഉണ്ടാവുകയുമുള്ളൂ എന്നുള്ളതും കൂടിയാണ് ഈ സംഭവങ്ങളുടെ ഒരു നെറ്റ് ഔട്ട്കമായിട്ട് ഞാൻ കാണുന്നത്. ശരി, ഗോകുൽകൃഷ്ണ, നേരത്തെ ഇന്ന് സർവകലാശാലയ്ക്ക് മുമ്പിൽ നിന്ന് ഈ ജാതി അധിക്ഷേപം നടത്തിയ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന വൈസ് ചാൻസലറൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു BJPയുടെ സിൻഡിക്കേറ്റ് അംഗം വലിയ തോതിൽ ശ്രമിച്ചപ്പോൾ മനുസ്മൃതി എന്താണോ നിങ്ങളുടെ തലയിലേക്കും ചിന്തയിലേക്കും സംഘപരിവാറിൻ്റെ തലയിലേക്ക് തന്നിട്ടുള്ളത് അത് അക്ഷരം പ്രതി വിളമ്പുകയായിരുന്നു ആ സിൻഡിക്കേറ്റ് അംഗം. ഇവിടെ അതിനെ വളരെ കൃത്യമായി താരതമ്യം ചെയ്ത് വെച്ചു കഴിഞ്ഞു. നമ്മുടെ മുമ്പിലേക്ക് ഈ ചർച്ചയുടെ ഭാഗമായി അത് വന്നു കഴിഞ്ഞല്ലോ, ശിവപ്രസാദ് വെച്ചല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണെന്നേ അതേ സർവകലാശാലയിൽ നിന്ന് ചെറുപ്പക്കാർ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ പെരുമാറിയാൽ, സർവകലാശാലയിൽ നിന്ന് ജാതി പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, സർവകലാശാലയിൽ നിന്ന് ഒരാളുടെ ജാതി പറഞ്ഞാൽ കാലേ വാരി ഭിത്തിയിലടിക്കും എന്ന് സർവകലാശാലയിൽ വെച്ച് വിദ്യാർത്ഥികൾ തന്നെ സിൻഡിക്കേറ്റ് അംഗത്തോട് പറയുന്ന അവസ്ഥ കൂടി ഈ കേരളമായതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഗോകുൽകൃഷ്ണ അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതെ 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 കാര്യം ഞാൻ ഇപ്പോൾ ആശിച്ചു പോയാണ്. ആ പറഞ്ഞ വിദ്യാർത്ഥി നേതാവ്, ആ പറഞ്ഞ SFIയുടെ നേതാവ് MG യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് PMR ഷോയുടെ ആ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ റൗണ്ടിൽ ചർച്ച ചെയ്തത് സംഘപരിവാറിൻ്റെ സാമൂഹ്യനീതിയെ പറ്റിയാണ്. സംഘപരിവാറിൻ്റെ സാമൂഹ്യനീതിയെ പറ്റി പഠിപ്പിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വളർന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. പറയാം, നിങ്ങൾ മനുസ്മൃതിയെ പറ്റി എന്താ പറയുക? ഏറ്റവും അവസാനം SFIയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ പ്രതിരോധത്തിലാകുമ്പോൾ മുക്കിക്കൊണ്ട് വരുന്നതാണ് മനുസ്മൃതി. ഈ മനുസ്മൃതി മനുസ്മൃതി ഒരു സ്മൃതിയാണ്, ഹിന്ദു സ്മൃതിയിൽ വിശ്വസിക്കുന്നില്ല. മനുസ്മൃതിയെ അംഗീകരിച്ചുകൊണ്ടല്ല വിദ്യാർത്ഥി പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. സ്മൃതിയിൽ വിശ്വസിച്ചുകൊണ്ടും മനുസ്മൃതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അല്ല ഞങ്ങൾ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. സാമൂഹ്യനീതിയെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചത്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. എന്തോ വിദ്യാർത്ഥി പരിഷത്തും സംഘപരിവാരവും മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടല്ല ഭാരതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ഊന്നി പറയുകയാണ്. പിന്നെ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മനുസ്മൃതിയിലല്ല ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ മുന്നോട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, MS ഗോൾവാക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള പദ്ധതിയായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലകനാണ് MS ഗോൾവാക്കർ ഉൾപ്പെടെ ഞാനെന്ന് പറയുന്ന സാധാരണക്കാരന്റെ സ്വയംസേവകൻ ഉൾപ്പെടെ ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നത്. ചർച്ചയിൽ ആദ്യ അവസാനം പ്രസിഡന്റ് ഉയർത്തിയ പേരാണ് രോഹിത് ക്യാമ്പസ്. ഇന്ന് ജാതി അധിക്ഷേപവും ജാതി വരെയും വന്ന സ്ഥിതിക്ക് നിങ്ങളോടാണ് ചോദ്യം. നിങ്ങളോടാണ് ചോദ്യം. മറക്കാമെന്നാണെങ്കിൽ ഗോൾവാൾക്കറുടെ വിചാരധാരയെ കുറിച്ചാണ് ചോദ്യം. ഇങ്ങനെ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഗോൾവാൾക്കറെ തള്ളി പറയുന്നോ ചോദ്യം? ഗോൾവാക്കറെ കൂടി തള്ളി പറയോ? MS ഗോൾവാൾക്കറെ തള്ളി പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. MS ഗോൾവാൾക്കർ സാധാരണക്കാരനായ സ്വയംസേവൻ RSS പ്രവർത്തനായ ഞാൻ ഉൾപ്പെടെ ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിന്റെ സവിശേഷകരമായ ദേശീയ മനസ്സിലായി ഗോകുൽ, എന്തുകൊണ്ടാണ് ഒരു ഗവേഷക വിദ്യാർത്ഥി കേരള സർവകലാശാലയിൽ ഇത്രയധികം ജാതി അധിക്ഷേപം നേരിട്ടപ്പോഴും നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി. ശിവപ്രസാദ് സംസാരിച്ചു, നേരിട്ട് സംസാരിച്ചു. ഒരു മിനിറ്റ്, വേഗം ഒറ്റ മിനിറ്റ്. ഇപ്പൊ ദേശീയത വന്നു, അതിനു മുമ്പ് പിന്നെ ഗോൾവാക്കറെ പറ്റി പറഞ്ഞു. ഒരു വാക്കുകൂടെ അദ്ദേഹം പറയണം, വൈഭവം. ഈ വാക്ക് ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഈ ജാതി പേര് നടത്തിയ ഇതേ അധ്യാപക പറഞ്ഞ വാക്കുകളിൽ ഈ വാക്കുണ്ട്, വൈഭവം. ഈ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവത്തിന് വേണ്ടിയാണ് ഞാൻ രാജ്യത്തിന്റെ വൈഭവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ തരത്തിലും ഈ രാഷ്ട്രം സാമൂഹികമായി വിദ്യാഭ്യാസ ജാതി വിവേചനം നടത്തിയ ആ വൈഭവമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണു തുറന്ന് കേരളം കാണട്ടെ. ജാതിവെറിയുടെ മനുസ്മൃതിയും ഉയർത്തിപ്പിടിച്ച് ചാതുർവർണ്ണ്യത്തിൽ അഭിരമിച്ച് നിൽക്കുന്ന ആ ജാതിവെറിയുടെ വൈഭവത്തെ കേരളം എടുക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് വിദ്യാർത്ഥി സമൂഹം കൈ ഉയർത്തി അല്ലെങ്കിൽ കൈ ചൂണ്ടി പറഞ്ഞത്. സർവകലാശാലയിൽ നിന്ന് ജാതി പറഞ്ഞാൽ കാലയിൽ വാരി ഭിത്തിയിലടിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു നാട് കേരളമാണ്. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹമാണ്, ഇവിടുത്തെ യുവതയാണ്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ തകർക്കും വിധത്തിലേക്ക് ഏകപക്ഷീയമായ ഒരു നില കൈവരിച്ചപ്പോൾ, വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ന് ആ യാഥാർത്ഥ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നത് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഈ
ചർച്ച കുറേയൊക്കെ ആളുകൾക്ക് അതിലേക്ക് വെളിച്ചം പകരാൻ, വസ്തുത മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം പലപ്പോഴും പല വിഷയങ്ങളിലും പറയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാത്രികാലത്തെ ഈ വൈകുന്നേരത്തെ ചർച്ചകളിൽ ഇന്ന് അധികം ഇടങ്ങളിൽ ഈ ചർച്ച, ഈ വിഷയം പലരും തൊട്ടിട്ടില്ല. രോഹിത് വെമൂലമാരുണ്ടായാൽ വളരെ വൈകാരികമായി കണ്ണു നിറഞ്ഞു നിൽക്കാനൊക്കെ ഷോ കാട്ടാനും ഒക്കെ ഉണ്ടാകും. പക്ഷേ രോഹിത് വെമൂലമാരുണ്ടാകാതിരിക്കാൻ, ജാതി അധിക്ഷേപം ഉണ്ടാകാതിരിക്കാൻ അതിനെതിരായ ഒരു പ്രതിരോധം കേരളം തീർക്കുമ്പോൾ അവിടെ മാധ്യമങ്ങൾ ഉണ്ടാവേണ്ടേ? കള്ളവാർത്തകൾക്ക് പിന്നാലെ പോകാതെ ഒരു നിലപാട് കൈക്കൊള്ളണ്ടേ? ചോദ്യങ്ങൾ അങ്ങനെ പലതാണ്. പല പല ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. സമൂഹം അത് പരിശോധിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി ഈ ചർച്ചയുടെ അവസാനവും പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ഇത്രയും പറയുന്നു, നിർത്തുന്നു.